ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വിചാരിക്കുന്നു. പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് വീഡിയോ മുകളിൽ വരോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണ പോലെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, വീഡിയോ മോഡിൽ വന്നാൽ വേറൊരു സീക്രട്ട് ഉണ്ട്. ഒരു ഹിപ്നോട്ടിക് മോഡിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ്. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഇവിടെ കറണ്ട് ഇല്ല ഇവിടെ. ഓക്കെ ഓക്കെ, പ്രശ്നമില്ല. അല്ല ഓക്കെ, അപ്പം പറ്റുന്ന ആൾക്കാർ വീഡിയോ മുകളിൽ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ സെലീന മാം, താങ്ക് യു സോ മച്ച്. എൻ്റെ നിങ്ങൾ വീഡിയോ മുകളിൽ വന്നല്ലോ അല്ലേ. ഈ പറഞ്ഞ ആള് നമ്മളെ ഇതുവരെയുള്ള ഫ്രീ വെബിനാറും സെഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ സംസാരിക്കാനും അല്ല വീഡിയോ മുകളിൽ വരാനൊക്കെ. കാരണം നമുക്ക് പല ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്, എന്നെ ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, ഞാൻ അത്രക്കൊക്കെ ഉണ്ടോ അല്ലേ, ഞാൻ ഇന്നലെ കുറച്ച് കുറവുകളൊക്കെ അല്ലേ, അങ്ങനെയുള്ള ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് വീഡിയോ മുകളിൽ വന്നപ്പോൾ കാര്യം സെറ്റായി. അപ്പൊ ഞാൻ ഒരു നിങ്ങൾ അതായത് നമ്മളൊരു പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പറയണം, ഇത് പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് പറയണം, ആ രീതിയിലല്ല ഒരിക്കലും ഫ്രീ വെബിനാർ അല്ലെങ്കിൽ ഈ ഒരു സെഷൻസ് പോവാം. ഇവിടെയുള്ള ആളുകൾക്ക് എന്താണ് വേണ്ടത് അത് പറയാന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു സെഷൻസ് പോവാം. അപ്പം നമ്മളിൽ ആർക്കെങ്കിലും ഈ ഒരു സാധനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടി, നമ്മളെന്തെങ്കിലും ഫങ്ഷൻസോ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള മീറ്റപ്പോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ അല്ലെങ്കിൽ പോവില്ല, വീട്ടിൽ തന്നെ ഇരിക്കും, അവരെ കാണണ്ടേ, കണ്ടാൽ ഞാൻ എന്തേലും മിണ്ടണ്ടേ, മിണ്ടിയാൻ എന്തേലും ചിലപ്പോൾ നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ബട്ട് എന്തോ സംതിങ് പിന്നോട്ടേക്ക് വലിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ ഉള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു ഫ്രീ വെബിനാർ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒരു സിനിമ സീരിയലോ കാണുന്ന പോലെ ആരും ഇവിടെ വന്നിരിക്കൂല, ഉറപ്പാ. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ സമയം എങ്ങനെ വേണേലും ചെലവഴിക്കാം, ഒന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങി ഫുഡ് കഴിക്കുക എന്തും ചെയ്യാം. പക്ഷെ എവിടോ ഒരു ചില ആളുകൾക്ക് സ്പെസിഫിക് നീഡ് ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഞാൻ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടിയാലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഓവർ തിങ്കിങ് ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, ചിലപ്പോൾ അതുപോലെ സ്റ്റേജ് ഫിയർ, ഇരുട്ടിനെ പേടി അല്ലെ, ഇങ്ങനെ ഓരോരോ പേടികളായിരിക്കാം. ലൈസൻസ് എടുത്തിട്ടുണ്ട്, വണ്ടി ഓടിക്കാൻ പേടി, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഇതാക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള കാരണം അറിയൂല. കാരണം അറിയാതെ കുറച്ച് ആളുകളെങ്കിലും ചിന്തിക്കണത് ഇതിന്റെ വിദ്യ. അതായത് ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെ ബോഡിയിലുള്ള ചില പരിമിതികളോ, ചിലപ്പോൾ നമുക്ക് ജന്മനാ ഉള്ള കുറവുകളോ, നമ്മൾക്കോ മക്കൾക്കോ ഫാമിലിയുള്ള ആളുകൾക്കോ, അതുകൊണ്ട് മാത്രം ലൈഫ് ലോങ് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിലുള്ള ചില, ഞാൻ അത്ര കളറില്ല, ഞാൻ അത്ര ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല അല്ലെ, ബാക്കി എല്ലാം ഉണ്ടായാലും ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് നമ്മൾ ബാക്കോട്ടേക്ക് വലിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും. അപ്പം അതിന് രക്ഷപ്പെടാൻ കാണിക്കണ വഴി, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുന്നത് പല ആളുകളും കാണുന്നത് ഒന്നെങ്കിലും വിധി, ഇതെല്ലാം വിദ്യ, ഇനി ഇതൊന്നും മാറാൻ പോണില്ല, ഞാൻ ഇതൊക്കെ സഹിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഞാനിതൊക്കെ അനുഭവിച്ചിട്ട് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് പരാതി പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ജീവിതം തീർക്കാം. അതിന്റെ കൂട്ടത്തിൽ വരുന്ന വേറൊരു സിംറ്റമാണ് ആഗ്രഹ ദാരിദ്ര്യം. ആഗ്രഹിക്കാനേ പാടില്ല. കാരണം എന്താ, ഞാനൊന്ന് ആഗ്രഹിക്കാനും കൂടെ ഉള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലാലോ, അതിനുള്ള കഴിവുകളൊന്നും എനിക്കില്ലാലോ. അല്ലെങ്കിൽ ഞാനൊക്കെ ആഗ്രഹിച്ചാൽ എങ്ങനെയപ്പം നടക്കുക. എന്നിട്ട് ഉള്ള ഡ്രീംസിനെയും എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളിൽ അടക്കി ഒതുക്കി വെച്ചിട്ട് ഇന്ന് കഴിഞ്ഞാൽ നാളെ, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിച്ച് 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 പോവാം. ഫസ്റ്റ് ഇതാ വിധി. പക്ഷെ വിധി എന്ന് പറയുമ്പം ശരിക്കും മടിയന്മാരുടെ ലക്ഷണമാണ് വിധി എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോട്ടാണത്. വിധി എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടാം. ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റാത്തത് ലൈഫിൽ ഉണ്ടാവും, ചിലതെങ്കിലും. ചിലപ്പോൾ ചില ആളുകളുടെ നഷ്ടങ്ങളായിരിക്കും, ചിലപ്പോൾ നമുക്ക് പെർമനന്റ് ആയി ലൈഫിലോ ബോഡിയിലോ എന്തിലെങ്കിലും നടക്കുന്ന ഡാമേജ് ആയിരിക്കാം, ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം. പക്ഷെ ഈ ലൈഫിന്റെ മൊത്തത്തിലുള്ള ഒരു തിയറി എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളല്ല പൊതുവെ പറയാൻ പറ്റുന്ന ഒരു കോട്ട് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. ബ്രേക്ക് ആവുന്നുണ്ടോ സൗണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ആരെങ്കിലും. ഹലോ ഹലോ മുഫീദ, ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറയോ? ഇല്ല, ഇപ്പൊ ക്ലിയറാ. ബ്രേക്ക് ആയിരുന്നു കുറച്ച്, പക്ഷെ ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഇപ്പൊ ക്ലിയർ ആണ്, ബ്രേക്ക് ആയിരുന്നു. ഓക്കെ.
അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ചിലപ്പോൾ ഉണ്ടാവും, പ്രശ്നമില്ലാന്ന് ഞാൻ പറയണില്ല. എന്തൊക്കെ ഉണ്ടോ ഈ ആളുകളൊക്കെ ലാസ്റ്റ്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇതിനെല്ലാം അഗ്രിഗേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. എല്ലാം സംഭവിക്കുന്നത് ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും, നമ്മൾ തന്നെ പറയും. എന്തോ ഒരു കാരണം ഉണ്ടാവും, അല്ലാതെ ഇപ്പൊ ഇതിങ്ങനൊന്നും നടക്കൂലല്ലോ. ചിലപ്പോൾ ജോബ് പോണതേ ഇരിക്കാം, ചിലപ്പോൾ എക്സാമിൽ അത്രയും പഠിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം, പലതായിരിക്കാം. അപ്പം എന്തോ ഒരു കാരണം ഉണ്ടാവും നമ്മൾ പറയും. പക്ഷെ ഞാൻ പറയാ, ഇനി അങ്ങനെ പറയരുത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നല്ല, ബ്ലെസ്ഡ് റീസൺ. എല്ലാം സംഭവിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കാരണത്തിന് വേണ്ടിയിട്ടാ. അത് നമുക്ക് ഇപ്പം ചിലപ്പോൾ മനസ്സിലാവില്ല. അതായത് ഇപ്പൊ ഒരു ഡിവൈൻ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുക, ഒരു ഡിവൈൻ ബ്രില്യൻസിന്റെ ഒരു പസിലാണ് ഇതിലൂടെയൊക്കെ നമ്മളെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ബാലരമയിലും ബാലഭൂമിയിലൊക്കെ എന്ത് ചെയ്യും, കളിക്കുടുക്കയിലൊക്കെ എന്ത് ചെയ്യും, ചോട്ടുമുയലിനെയും വിട്ടുമുയലിനെയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വഴി കാണിച്ചു കൊടുക്കൂലേ. ഈ വഴി കാണിച്ചിട്ട് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് പോകും, പിന്നെ വഴി തെറ്റും, ചിലപ്പോൾ വഴി കാണൂല. എന്തൊക്കെ ആയാലും നമ്മൾ വഴി കാണിച്ച് ലാസ്റ്റ് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പിക്ചർ കിട്ടും, അല്ലെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിനേക്കാളും നല്ല സ്ഥലത്തേക്ക് എത്തും. അതേപോലെ ലൈഫ് ആവുമ്പം തുടക്കം മുതൽ ചില വീഴ്ചകൾ ഉണ്ടാവും. അവിടുന്ന് എണീക്കും, കുറച്ചൊന്ന് പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും താഴേക്ക് വീഴും, അവിടെ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ പിന്നെ ആരെയും പിടിച്ച് ഇടത്തോട്ടാക്കും. അങ്ങനെ എന്തൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ സമ്പത്തിലായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കാം. നമ്മളറിയും ഒരു അസുഖം മാറും, അപ്പോൾ ഇതിന് മറ്റു അസുഖം. അതിനൊരു തീരുമാനം ഇല്ലാത്തപ്പോൾ വീട്ടിൽ വേറൊരാൾക്കൊരു അസുഖം, അല്ലെ. അല്ലെങ്കിൽ പഠനത്തിൽ കുറെ കഷ്ടപ്പെട്ട് പഠിച്ച്, പക്ഷെ എന്തോ ചെറിയൊരു പോയിന്റിന്റെ മാർക്ക് കൊണ്ട് അവസരം നഷ്ടപ്പെട്ടു. അപ്പൊ അതേപോലെ ഒരു പസിൽ നടക്കുകയാണ്, ഒന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്താ നടക്കണത്, ഒരു അറ്റമില്ലല്ലോ ഇതിനൊക്കെ, ഏത് കാലം ഇതൊക്കെ ശരിയാവുക, അല്ലെ. അതും ചിന്തിച്ചിട്ട് പിന്നീടാണ് എന്താ വെച്ചാൽ ഇത്രയും കാലം നടന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചും സങ്കടപ്പെടും. ഒരു പ്രശ്നം വരുമ്പം അതിന്റെ മുന്നേ വന്ന പ്രശ്നങ്ങളൊക്കെ കട്ടി എടുത്തു വെക്കും. അതായത് അതിന്റെ ഇമോഷൻസ്, ഓരോന്നിന്റെ ഇമോഷൻസ് കൂട്ടത്തിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ എനിക്കുള്ളതാണല്ലോ, എൻ്റെ ഒരു വിധി നോക്ക്, അല്ലെ. ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്ന മൊമെന്റ്സ് വന്നാലും ലൈഫിൽ ചിലപ്പം കുറെ ബ്ലെസ്സിങ്സ് വരും. ചിലപ്പോൾ നമുക്ക് എത്രങ്ങാനും ബ്ലെസ്സിങ്സ് ഉണ്ട് ലൈഫിൽ. ഒരു വീട് ഉണ്ടാവും, നല്ല ജോബ് ഉണ്ടാവും, ചിലപ്പോൾ സാലറി ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടായാലും അതിനെ കാണാൻ പാകത്തിൽ നമ്മളെ കണ്ണാവൂല. കാരണം നമ്മളെ ഫോക്കസ് പോണത് എങ്ങോട്ടാ അറിയോ, നമ്മളെ ഇപ്പുറത്തുള്ള പ്രശ്നങ്ങളിലോട്ടേ ഇരിക്കും. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യന്മാരും അങ്ങനെ. ഒരു പ്രശ്നം വരുമ്പോൾ മുന്നില് കൂടി അനുഗ്രഹങ്ങൾ ഇങ്ങപ്പുറത്ത് ഉണ്ടായാലും ഇതിന്റെ മുന്നേ വന്ന എല്ലാ പ്രശ്നങ്ങളും ചിന്തിച്ചിട്ട് അതിന്റെ ഇമോഷൻസ് കൂട്ടി വെച്ചിട്ട് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ കൊണ്ടുപോവുക, അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എത്ര ഏജായി, അത്രയും കാലഘട്ടത്തിനിടയിൽ നമ്മൾ ഇത്രയും കാലമുള്ള ചിലപ്പോൾ നമ്മളെ മറ്റുള്ളവർ ചീത്ത പറഞ്ഞതായിരിക്കാം, വേദനിപ്പിച്ചതായിരിക്കാം, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിരിക്കാം, എന്തൊക്കെ ഉണ്ടാവോ അതെല്ലാം നമ്മളെ മനസ്സിലുണ്ട്, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒന്നും പോയിട്ടില്ല. അപ്പൊ അതായത് നമ്മളെ ഫോണിൽ നമ്മൾ പറയും, നമ്മളെ SD കാർഡിലെല്ലാം ഓരോ ഫോൾഡർ ഉണ്ടാവും, ക്യാമറ, സ്ക്രീൻഷോട്ട്, വാട്സാപ്പ് ഇമേജ്, ഇങ്ങനെ ഓരോന്നുണ്ടാവും, അല്ലെ. അപ്പൊ അതിലെല്ലാം സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം, നമ്മൾ കാണാത്ത രീതിയിൽ നമ്മൾ ഓരോ ഫോൺ കോളും എല്ലാം ഫോണിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഫോണ് എന്താ പറയുക, ഉപയോഗിച്ച ഫോണ് വിൽക്കാൻ പോലും പേടിയാ. കാരണം അതിലത്തെ ഡാറ്റ ഒക്കെ റീസ്റ്റോർ ചെയ്തെങ്ങാലും എടുത്താലോ എന്നൊക്കെ തോന്നും, ഒരു സേഫ്റ്റി പ്രശ്നം വരും അവിടെ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഇത്രയും കാലം ജനിച്ച അന്ന് മുതൽ കിട്ടിയിട്ടുള്ള ചില റിജക്ഷൻസ് ആവാം. ചില മൊമെന്റ്സിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നിന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, നീ ഒന്നും ആവാൻ ഉള്ളതല്ല, ചില പൊട്ടിത്തെറിപ്പൊക്കെ കാട്ടുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ പേരൻസ് ഈ ഇവനെ കാണല്ലേ എൻ്റെ കുട്ടിയായി പോയത്, ഇല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതിന്റെ ഒരു കുറ്റബോധം ഉള്ളിലുണ്ടാവും. ഇങ്ങനെ പല 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 രീതിയിലുള്ള, ഞാൻ പറയണ്ട, നമ്മൾ ഓരോരുത്തരെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ അല്ല നോക്കേണ്ടത്, നിങ്ങളെ തന്നെ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വീഡിയോ മുകളിൽ വരാൻ പറഞ്ഞത്. എനിക്ക് കാണാനോ എന്നെ നോക്കാനോ അല്ല, നിങ്ങളെന്ന് പറഞ്ഞ ആളെ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നമ്മളെ ഉള്ളിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എത്ര കാലം ജീവിച്ചോ ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒന്നും പോയിട്ടില്ല. ചിലത് നമ്മളറിയാം, ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെ. പല അനുഭവങ്ങളും പല ആളുകളും എന്ന് പറയാറുണ്ട്, ഞാൻ ആ ഒരു കാര്യം മറക്കാൻ ശ്രമിക്കുകയാണ് മാം, പക്ഷെ മറക്കാൻ പറ്റണില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഓർമ്മകൾ മറക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഓർമ്മ പോകണം, തലക്ക് വല്ല അടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടോ ഓർമ്മ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണം. അല്ലാതെ ഓർമ്മനെ നമുക്ക് പോക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ആവശ്യം. ആ ഒരു ഓർമ്മ എന്താണോ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്താണോ, നിങ്ങളെ പാസ്റ്റ് ലൈഫിൽ ഇതുവരെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടത്, ആ ഒരു കാര്യം
ഓർക്കുമ്പം ഓരോ സമയം ഓർക്കുമ്പോഴും അതേ ഇമോഷൻസ് വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ടാവും. നമ്മളറിയും അതിനെക്കുറിച്ച് പറയേ ചെയ്യില്ല, എനിക്കത് ഓർമ്മ വരുന്നുണ്ട്, മിണ്ടാതിക്ക് പറയും. പല ആളുകളും പറയണ ഒരു കാര്യം. ആ കാര്യം എന്നെ ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യല്ലേ, അന്ന് തന്നെ ഞാൻ അത്രക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പറയും. അപ്പം ഇത് അവിടുന്ന് പോയിട്ടില്ല. എല്ലാം അവിടെ അതിൻ്റെ അതേ ഇമോഷൻസിൽ അവിടെ ഇവിടെ കെട്ടി വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കാര്യം വീണ്ടും മറ്റുള്ള ആളുകളോട് പോയി പരാതി പറയുമ്പം അതിൻ്റെ ഇമോഷൻസ് ഒന്നുകൂടി ആഡ് ചെയ്യും. അപ്പം നമ്മൾ നമ്മളെ ഉള്ളിലോട്ടൊന്ന് നോക്കിയേ. ഉള്ളിലോട്ട് പറഞ്ഞാൽ നമ്മളെ മനസ്സ് അകത്ത് വലിയൊരു ലോകമുണ്ട്. ആ ലോകത്തോട്ടൊന്ന് നോക്കിയേ. അവിടെ കുറേ പരാതികളും കുറ്റം പറച്ചിലുകളും വേദനകളും അല്ലെ, നല്ല പെയിനും റിജക്ഷൻസും ഷെയിമും റിവെഞ്ചും എല്ലാം കെട്ടിക്കിടക്കുക. അപ്പം അത് പല ആളുകളും പറയും എന്നിൽ നിന്നത് ഹീൽ ചെയ്യപ്പെട്ട്, അല്ലെങ്കിൽ ഞാനത് മറന്ന് ഇപ്പം എനിക്കതൊന്നും പ്രശ്നമൊന്നുമില്ല, ഓല് എന്നെ അന്ന് പണ്ട് നല്ലോണം വേദനിപ്പിച്ചാണ്, അന്ന് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടും ചെയ്താണ്, നല്ല സങ്കടവും ചെയ്താണ്, പക്ഷെ ഇപ്പൊ എനിക്കത് പ്രശ്നമൊന്നുമില്ല അല്ലെ, അങ്ങനെ പറയും. അല്ലെങ്കിൽ ഞാൻ പറയും ഞാനത് ക്ഷമിച്ച് അല്ലെ, അല്ല ഞാനിത് സഹിച്ചു എന്ന് പറയും. ശരിക്കും സഹിക്കണതും ക്ഷമിക്കണതും വേറെ വേറെ. സഹിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലല്ലോ, അപ്പൊ കടിച്ചു പിടിച്ച് അങ്ങോട്ട് ഇമോഷൻസിനെ സപ്രസ് ചെയ്തിട്ട് സഹിക്കുക. ക്ഷമിക്കുക എന്ന് പറയുന്നത് വിട്ടു കൊടുത്തിട്ട് ആ ഒരു സംഭവത്തിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഫോർഗിവ്നെസ് പുറത്തു കൊടുത്തിട്ട് ജസ്റ്റ് സ്നേഹത്തോടെ ക്ഷമിക്കണതാ പറയാം. നമുക്ക് തന്നെ അറിയാം നമ്മൾ കൂടുതലും ചെയ്യണത് ക്ഷമ അല്ല അവിടെ, കടിച്ചു പിടിച്ചിട്ട് സഹിക്കലിന്റെ പുറത്തുള്ള ഒരു ക്ഷമ. അപ്പൊ ഈ എല്ലാ അനുഭവങ്ങളും ഉള്ളിലുണ്ട്, എല്ലാം ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് നല്ലൊരു ഭാരമുള്ള ചാക്ക് ചിന്തിക്കാം. ഭാരമുള്ള ഒരു സംഭവം തലയിൽ കയറ്റി വെക്കാണ്. എത്ര കാലം നിങ്ങൾ ജീവിച്ചോ അതെല്ലാം തലയിൽ കയറ്റി വെച്ചിട്ട് ലൈഫ് ഒരു റൈഡാണെന്ന് വെക്കുക. ഒരു മലന്റെ മുകൾക്ക് നമ്മൾ കയറി നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നമുക്ക് എത്തണം. നമ്മൾ ഈ ഒരു ഭാരം കയറ്റി വെച്ചിട്ട് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ ആ കാലത്തോളം നമുക്ക് എന്തായിരിക്കും, ലൈഫിന്റെ ഈസിനെസ് കിട്ടൂല, ഫ്ലോ കിട്ടൂല. ചിലപ്പോൾ വഴിയിൽ നിന്ന് പോവും, സ്റ്റക്കായി പോവും. കാരണം നമ്മൾ ഇത്രയും ഭാരം, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഒരാള് ഒരു മല കയറുമ്പോൾ കുറെ ചാക്ക് തലയിൽ വെച്ച് കയറുകയാണെങ്കിൽ ഒന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നടക്കാൻ പറ്റാതെ കിതക്കും, അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി പോവും, അല്ലെങ്കിൽ ബാക്കോട്ടേക്ക് മറിഞ്ഞിട്ട് വീഴും. ഇതിലേതേലും ഒന്നുണ്ടാവും. മുന്നോട്ട് ശരിക്ക് ഭയങ്കര ഈസി ആയിട്ട് കയറാൻ പറ്റൂല. പക്ഷെ നമ്മളെ കാര്യത്തിൽ ഇത് ഓരോ കയറ്റം കയറുമ്പോഴും ഓരോ വയസ്സ് കൂടുന്തോറും ഭാരം തലയിൽ കൂടി വരാം. അപ്പൊ എന്താ ഉണ്ടാവുക, ലൈഫ് സ്റ്റക്കായ പോലെ തോന്നും, ഹാങ് ആയ പോലെ തോന്നും. പക്ഷെ സ്റ്റക്കാകുക മീൻസ് ലൈഫ് നിന്ന് പോവാന്ന് പറയണ ഒരിക്കലും ഡേയ്സ് നിന്ന് പോവാന്നല്ല. ഡേയ്സും ഇയേഴ്സും ഒക്കെ പാസ് ചെയ്ത് ഏജും കൂടി പോകണ്ടാവും. നമുക്ക് വല്ല പ്രോഗ്രസ്സോ പുരോഗതിയോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് നോക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ അർത്ഥം എല്ലാവരും ആൻസൈറ്റിയും ഡിപ്രഷനും സൈക്കാട്രിക്കൽ ഇഷ്യൂസും വരണം എന്നല്ല. നമുക്ക് എത്ര സമാധാനം ഉണ്ടോ, നമുക്ക് എത്ര സന്തോഷം ഉണ്ടോ നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മതി. വേറെ ആരെടുത്തും വാലിഡേഷൻ ചോദിക്കേ. പുറമെ ചിലപ്പോൾ നല്ല അഭിനയിച്ച് നടക്കുന്നുണ്ടാവും, ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മളെ ഉള്ളിൽ നമ്മൾ എത്ര സമാധാനത്തിലാണ്, എത്ര പീസ്ഫുൾ ആയിട്ടാണോ നമ്മളെ ലൈഫ്, എത്ര ഹാപ്പിനെസ് ഉണ്ടോ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം ഇതിനെന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, എന്തുകൊണ്ട് ലൈഫ് സ്റ്റക്കായി പോകുന്നു, എന്തുകൊണ്ട് ലൈഫ് ഹാങ് ആയ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഈ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യാൻ എന്താ പറയാ, ഈ ഇതുവരെ ഉള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ഒന്ന് മറന്നു കളഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം. ഇതിന്റെ ഭാരങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടണം. എൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽസും എനിക്ക് തന്നെ അറിയാം. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, ഞാൻ എന്തൊക്കെയോ ഞാൻ ആരൊക്കെയോ ആയി മാറും എന്ന് എനിക്കറിയാം. ബട്ട് എന്താ അറിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. മൈൻഡിൽ നിന്ന് എപ്പോഴും സങ്കടങ്ങളും പലതുമായാണ് വരുന്നത് എന്നുള്ളത് നമ്മളെ ഉള്ളിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഹാങ് ആക്കണ സ്റ്റക്ക് ആക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ളില്, മൈൻഡില് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആർക്കെങ്കിലും ഇതില് ഒരു ഡൗട്ട് ഉണ്ടെന്ന് വെക്കാം, എന്റെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ടോ, എന്റെ മൈൻഡിൽ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാവോ, അതൊക്കെ അന്ന് കഴിഞ്ഞതല്ലേ അല്ലെ, ഒരു 10ാമത്തെ വയസ്സിൽ കഴിഞ്ഞതല്ലേ, 6 മാസം മുന്നേ കഴിഞ്ഞ കാര്യല്ലേ, അതൊക്കെ ഇപ്പൊ എന്റെ കയ്യിൽ എന്റെ മൈൻഡിൽ ഉണ്ടാവോ, എന്റെ ആ ലൈഫൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ അന്നത്തെ കാലം ഞാൻ ബുദ്ധിമുട്ടിയാൽ ഇപ്പം ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടില്ലേ, എന്റെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ടാവോ എന്നുള്ള ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പം മൈൻഡിലുള്ള ഓരോ ഫോൾഡർ ഉണ്ട് പറഞ്ഞു, മൈൻഡിൽ ഓരോരോ ഫോൾഡർ ഉണ്ട്. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഒരു ഫോൾഡർ ഉണ്ട്, ടീച്ചേഴ്സ് പറയുമ്പോൾ വേറൊരു ഫോൾഡർ ഓപ്പൺ ആവും, നമുക്ക് ആരെങ്കിലും എടുത്തുന്ന റിജക്ഷൻസ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം ആ ഫോൾഡർ ഓപ്പൺ ആവും. ഇപ്പൊ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വീട്ടിലൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ കള്ളം വന്ന് അല്ലെ, അങ്ങനത്തെ കഥകൾ കേൾക്കാൻ പല ആളുകൾക്കും ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ പറയുമ്പം അപ്പൊ നമ്മളെ മൈൻഡിൽ ഓടി ഓടി വരും എന്ത്, അപ്പുറത്തെ വീട്ടിൽ വന്നതും പണ്ട് നമ്മളെ വീട്ടിൽ കയറിയതും, അപ്പൊ നമ്മൾ പിന്നെ അടുത്ത ചർച്ച അതാവും. അതെന്താ, ആ ഒരു ഫോൾഡർ ഓപ്പൺ ആകുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്,
നിങ്ങളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാത്സിന്റെ ടീച്ചറോ മാഷോ ആരായിക്കോട്ടെ. അപ്പൊ അത് ചിലപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവൂല. ആളെ പേരോ ആളെ ഫേസോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഞാൻ വെറുതെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു സംഭവം അല്ലേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെ മൈൻഡിൽ അത് കേൾക്കുമ്പോഴേക്കും ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി. ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയപ്പോൾ എന്ത് ചെയ്ത് ആ ആളെ ഓർമ്മ വരും. അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടെ മൈൻഡിന്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മൾ ആരെങ്കിലും ഒന്ന് പറ്റിച്ചിട്ട് പോയി എന്ന് വെക്കാം, ഒരേ തവണ. പക്ഷെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഭയങ്കര വൂണ്ടായിട്ട് ട്രോമ ആയിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഫിനാൻഷ്യലി നമ്മളെ പറ്റിച്ചതായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ അതിന് വിധി എഴുതും. ആളുകളൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ആളുകളൊക്കെ പറ്റിക്കും എന്നുള്ളൊരു കാര്യം വിധി എഴുതും. നിങ്ങളെ മൈൻഡിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യം അത്രയും സ്റ്റോർ ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നുള്ള രീതിയിൽ മൈൻഡ് ഒരു മാഗ്നറ്റാ. എന്താണോ നമ്മൾ എടുത്തുള്ളത് അതിനെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യും തോറും അത് നമ്മളെ അടുത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുവരും. ഒരു കാന്തിക ശക്തി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളെ മൈൻഡിൽ വഴിയിലൂടെ പോണ എല്ലാവരും പറ്റിക്കണോല എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ വഴിയിലൂടെ പോണ ആളുകൾ അവർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് അവരെ നമ്മളെ ഏതെങ്കിലും രീതിയിൽ പറ്റിച്ചിട്ട് പോകും. അപ്പൊ നമ്മളറിയും എന്നെ ആർക്കും ഇഷ്ടമില്ല, എല്ലാവരും എന്നെ മുതലെടുക്കും, എല്ലാവരും എന്നെ പറ്റിക്കും, അല്ലെ? ഓരോരോ കാര്യങ്ങളാ പറയാം. അതേപോലെ വേറെ പറയുന്ന ഒരു പരാതിയാണ്, ആരും എന്നെ സ്നേഹിക്കണില്ല, ആരും എന്നെ സ്നേഹിക്കണില്ല, പാരന്റ്സ് ഇല്ല, പാർട്ട്ണർ ഇല്ല, ആരും എന്നെ സ്നേഹിക്കണില്ല, ഞാൻ ഒറ്റപ്പെട്ട്. അല്ലെങ്കിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തണേ. നമ്മൾ നമ്മളോട് എന്താണോ ചെയ്യുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു പുറത്ത് ലോകത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളെ ഇന്റേണൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡ്. നമ്മളെ മനസ്സിന്റെ അകത്തൊരു ലോകമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവും. ചില ആളുകൾ അറിയും ടീച്ചേഴ്സ് ഒക്കെ ഒന്നിനും പറ്റില്ല, ചില ആളുകൾ അറിയും ടീച്ചേഴ്സ് പറഞ്ഞാൽ നല്ല ജോബാ, അല്ലെ? പിന്നെ അതേപോലെ തന്നെ ഒരു ട്രിപ്പ് പോവാന്ന് പറയുമ്പം ചില ആളുകൾ അറിയും ട്രിപ്പ് പറഞ്ഞാൽ അടിപൊളിയാണ്, മൂഡൊക്കെ ചേഞ്ച് ആവും. ചില ആളുകൾ അറിയും എന്താ ഇപ്പൊ ട്രിപ്പ് പോയിട്ട് അതൊക്കെ വെറുതെ ക്യാഷ് കളയാനാ. അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിനെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, പണം പണം എന്നുള്ളൊരു സംഭവം. ഇതിൽ ഓരോരുത്തരോട് പണത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അറിയും പണം നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, അത് ഈസി ആയിട്ട് നമ്മളിലേക്ക് വരും, നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് പോകും. അതായത് നല്ല പൈസക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓല് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പണം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും, അല്ലെ? ഓലെ കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കും, അവിടെ ഒരു പിശുക്കത്തരോ കാര്യങ്ങളോ വരൂല. പക്ഷെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായി ശീലിച്ച ആളുകളെ അടുത്ത് പണത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓരെന്താ പറയാ, പൈസ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞതല്ല, നമ്മളില്ലാത്തോലല്ലേ, നമുക്ക് ദാരിദ്ര്യല്ലേ. വേറൊരു സംഭവം പറഞ്ഞുതരാം. ഒരു കയ്യിലൂടെ വന്നാൽ കയ്യിന് ഓട്ടുണ്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പണം പെട്ടെന്ന് പെട്ടെന്ന് ചെലവായി പോകും. അങ്ങനെ പറയും, പണം പെട്ടെന്ന് പെട്ടെന്ന് ചെലവായി പോകും. അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. അല്ലെങ്കിൽ വേറൊരു സംഭവം പറഞ്ഞാൽ പണക്കാരൊക്കെ അഹങ്കാരികളാണ്, അല്ലെ? ഇങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പണത്തിനെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, യാത്രനെ കുറിച്ചിട്ട് ഉണ്ടാവും, അല്ലെ? ഓരോന്നിനെ കുറിച്ചിട്ട് ഓരോ കാര്യം ഉണ്ടാവും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ ഇത് ഇവിടെ ഉള്ള 10 ആളുകളാണ്, ഈ 10 ആളുകൾക്കും എങ്ങനെ വേറെ വേറെ അഭിപ്രായം വന്ന് ഓരോന്നിനെ കുറിച്ചിട്ടും? ചില ആളുകൾക്ക് പണം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും, ചില ആളുകൾ അറിയും പണം പറഞ്ഞാൽ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ ചില ആളുകൾ അറിയും ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ചില ആളുകൾ അറിയും ലൈഫ് എന്ന് പറഞ്ഞാൽ നരക തുല്യാണ്, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അല്ലെ? ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചില ഫിയേഴ്സ് പേടി ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. അത് പേടിച്ചിട്ട് ചിലപ്പം ഡ്രൈവിംഗ് പഠിക്കൂല. ഇനി അഥവാ പഠിച്ച് ലൈസൻസ് കിട്ടിയാലും ഇപ്പോഴത്തെ കാലത്ത് റോട്ടുമുക്കൊന്നും ഇറങ്ങാനേ പറ്റൂല, കാരണം വണ്ടിയൊക്കെ അമ്മാതിരി പോക്കാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. അതായിരിക്കും ഓല അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. വേറെ ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് തന്നെ എവിടേക്കും പോയി വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും, ലൈഫ് ഒന്നും കൂടി ഈസി ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും ഓരോരോ കാര്യമായിരിക്കും. ചിലപ്പം ഗേൾസ് ജോബിന് പോവാന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിനെ എതിർത്ത് പറയുന്നവരുണ്ട്, ചില ആളുകൾ അതിനെ എന്തുണ്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ 10 ആളുകൾ, ഇവിടെ എത്ര ആളാണോ ഉള്ളത്, ഇതുള്ള ഓരോ ആളുകൾക്കും ഓരോ കാര്യത്തിനെ കുറിച്ചും വേറെ വേറെ അഭിപ്രായം വരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തോ നമ്മളെ ക്രിയേറ്റർ, അല്ലെ? നമ്മളൊരു സൃഷ്ടി, ഏതൊരു സാധനം ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളുണ്ടാവും. അതേപോലെ നമുക്കൊരു ക്രിയേറ്റർ, ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ഓരോരുത്തരുടെ ഉള്ളിലും നീ ഒരു അഭിപ്രായം എടുത്തോ, നീ ഒരു അഭിപ്രായം എടുത്തോ പറഞ്ഞ് ഓരോരുത്തരുടെ ഉള്ളിലും വേറെ വേറെ ആക്കിയതല്ല. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കാം. നിങ്ങളെ വീട്ടിൽ ചെറിയ മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 വയസ്സായ കുട്ടികളോടൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. ഓനോട് ചോദിക്കാം, മോനെ പണത്തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? കുട്ടി പറയോ പണക്കാരൊക്കെ അഹങ്കാരികളാ?
ഒരു 3 വയസ്സ് ആ കാലഘട്ടത്തിൽ ഒന്നും പറയില്ല. അവര് ഓൾവേസ് ന്യൂട്രൽ ആയിരിക്കും, ഒന്നും പറയാനില്ല. അപ്പൊ ഇനി മുതൽ ഞാൻ കാര്യത്തിക്ക് വരാം. എന്തുകൊണ്ട് നമ്മൾ വലിയ ആളുകളിൽ ഓരോ കാര്യത്തിനെ കുറിച്ചും ഓരോരോ അഭിപ്രായം. ചില ആളുകൾക്ക് ചില കാര്യത്തിൽ ഭയങ്കര പേടിയായിരിക്കും, ചില ആളുകൾക്ക് പേടിയില്ല, അവർ ഭയങ്കര ധൈര്യവാന്മാരാ. ചില ആളുകൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, ചില ആളുകൾ സ്റ്റേജിൽ നിന്ന് നല്ലോണം സംസാരിക്കുന്നു. ചില ആളുകൾക്ക് ഭയങ്കര കോൺഫിഡൻസ്, ചില ആളുകൾക്ക് ഇല്ല. ചില ആളുകൾ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, ചില ആളുകൾ പെരുമാറാൻ പറ്റുന്നില്ല, അവരെ ഉള്ളിലോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ചില ആളുകൾക്ക് മെന്റലി ഭയങ്കര പീസ്, ഹാപ്പിനെസ്, ഇങ്ങനെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും പറ്റുന്നില്ല, അവര് എന്താണ് ലൈഫിൽ ഓൾവേസ് സങ്കടപ്പെട്ട് പരാതി പറഞ്ഞിട്ട് അല്ലെ, ഭയങ്കര സ്ട്രെസ്സും ആങ്ഷൈറ്റി ആയിട്ട് ഓരോ ഡേയ്സും തള്ളി തള്ളി നീക്കി പോകുന്നു. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മളെ ലൈഫിന്റെ ഓരോരോ മേഖല എടുക്കുമ്പോഴും ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾ ഭയങ്കര നല്ല ക്യാഷും നല്ല ലൈഫും ഭയങ്കര ഹാപ്പിനെസ്സും പീസും ജോബും എല്ലാം കൊണ്ട് സെറ്റ്. അപ്പൊ നമ്മൾ ഓലെ നോക്കിയിട്ട് അവർക്കൊക്കെ എല്ലാം ഉണ്ട് അല്ലേ, അവരൊക്കെ ഭയങ്കര അടിപൊളിയാണല്ലേ, അവർക്ക് എൻ്റെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ, എന്താണ് എൻ്റെ ഒക്കെ വിധി അല്ലേ, അതല്ലേ നമ്മൾ പറയാം. മറ്റുള്ളവരെ നോക്കിയിട്ട് നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ലാസ്റ്റ് കാണുന്ന പരിഹാരമാണ് എൻ്റെ വിധി. എന്താ ഇപ്പൊ ചെയ്യാ, എനിക്കിപ്പോ ഇങ്ങനെയൊക്കെയാണ് വിധിച്ചത്, ഇവിടുന്ന് ഇല്ലെങ്കിൽ അവിടെ പോകുമ്പോഴെങ്കിലും കിട്ടും അല്ലേ. അങ്ങനെ ഹിയർ ആഫ്റ്ററിനെ കുറിച്ച് സമാധാനപ്പെട്ടിട്ട് ഇവിടെയുള്ള കാലം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാന്ന് പറയണത് ഒരു സംഭവമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതില് വെച്ച് വിധിയാണെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ട് ഒളിച്ചോട്ടം നടത്തുന്നതിന്റെ മുന്നേ എന്തുകൊണ്ട് എൻ്റെ മെന്റൽ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെയും പേടികളും ഫിയേഴ്സും, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പഠിക്കാൻ പറ്റണില്ല. ഇപ്പൊ ഇന്ന് ഒരാളിൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യമാണ്, ആൾക്ക് ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റണില്ല അല്ലെ, പേടിയുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ലൈസൻസ് ഉണ്ട്, വണ്ടി ഉണ്ട്, പക്ഷെ ഓട്ടാൻ പറ്റണില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്കാണെങ്കിൽ ഒരുപാട് വലിയ വലിയ ഗോൾസും ഡ്രീംസും ഉണ്ട്, വലിയ നിലയിലെത്തണം, നല്ല ടാലന്റ് ഉള്ള ആളാണ്. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ആളായിട്ടും ബാക്കോട്ടേക്ക് വലിയ. വേറെ കുറച്ച് ആൾക്കാർ ഇതെല്ലാം ഉണ്ട്, അടിപൊളിയായി ചെയ്യൊന്നും ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ അല്ലെ, നമ്മളെന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് പറ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പം വിധിയാണെന്ന് പറഞ്ഞിരിക്കുക, നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ട്. വിധിയാണ് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ അവസ്ഥ ഇതായി പോയി, ഞാൻ എന്ത് ചെയ്യാനാ, പരാതി പറഞ്ഞിരിക്കുക, അതൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്, എന്തായിരിക്കും ഇതിന്റെ കാരണം? എന്തോന്നില്ലാതെ അങ്ങനെ സംഭവിക്കൂലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇനിയാണ് ഞാൻ കിടക്കാൻ പോണത്. പറഞ്ഞ പോലെ ചെറിയ മക്കളെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല, വാട്ട് അതേഴ്സ് തിങ്കിങ് ഉണ്ടാവില്ല, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, നമുക്കുള്ള പ്രശ്നം മറ്റുള്ളവർ ഓക്കെ ഓവർകം ചെയ്യാം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെ, അല്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്കിങ്. ഇതേപോലെ കമ്പാരിസൺ, നമുക്കുള്ള വലിയ പ്രശ്നം കമ്പാരിസൺ. അതായത് നമുക്ക് ചിലപ്പം ഇന്ന് എനിക്ക് വലിയൊരു എന്തോ ഒരു ലോട്ടറിനെ അടിച്ചെന്ന് വെക്കാം, ഞാൻ ഭയങ്കര ഹാപ്പി ആയി. നാളത്തെ ദിവസം എൻ്റെ നൈബറിനോ ഫ്രണ്ടിനോ ചിലപ്പം അത്ര ഇല്ലാത്ത വേറെന്തോ, അതായത് എൻ്റെ ലോട്ടറിന്റെ അത്ര ഇല്ലാത്ത വേറെന്തോ കിട്ടിയാലും ഞാനപ്പം അവിടെ സങ്കടപ്പെടും. ഇന്നലെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹത്തിനെ ഞാൻ ഓർക്കൂല. നാളെ ആവുമ്പോഴേക്ക് ഞാൻ ഓർക്കത് കിട്ടിയല്ലോ, എനിക്ക് അതും കിട്ടിയില്ലല്ലോ, കമ്പാരിസൺ. അല്ലെങ്കിൽ ഞാൻ ചെയ്തതും അവര് ചെയ്തതും വേറെ, എന്നെക്കാളും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെക്കാളും സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എന്നെക്കാളും ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പേരൻസിനെക്കാളും നല്ല പേരൻസ് ആണ്, എൻ്റെ പാർട്ട്നേക്കാളും നല്ല നല്ല പാർട്ട്ണറാണ്, എൻ്റെ വീടിനേക്കാളും നല്ല വീടാണ്. അങ്ങനെ കമ്പാരിസൺ, വാട്ട് അതേഴ്സ് തിങ്കിങ്, കമ്പാരിസണ്. അല്ലെങ്കിൽ ഈ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും കുട്ടികളെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചെറിയ മക്കളെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള ഒരു മക്കളെ അടുത്തും കണ്ടിട്ടില്ല, ഉണ്ടാവൂല. കാരണം ഈ ഒരു ഏത് കുട്ടിയും ജനിച്ച് വീണ സമയത്ത് അവരെ ഭയങ്കര പ്യുവർ ആയിട്ടാണ് ജനിച്ചു വീണത് എല്ലാരും. ഇപ്പൊ ഇനി നമ്മൾ നമ്മളെ കുട്ടിക്കാലത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇതുവരെ നമ്മൾ നമ്മളെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ. എന്താന്ന് വെച്ചാൽ ഏതൊരു കുട്ടിയും ജനിച്ച സമയത്ത് ഭയങ്കര പ്യുവർ ആയിട്ടാ. പ്യുവർ മീൻസ് നമ്മളൊരു മൈൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്ലാസ് ജാറ് പോലെ ചിന്തിച്ചോളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്, നല്ല ഓർമ്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അതിലേറെ കൂടുതൽ പണ്ട് മുതൽ നടന്ന വേദനകളും പെയിനുകളും, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചതും നമ്മൾ ആരെങ്കിലും തടഞ്ഞതും അവസരങ്ങൾ നഷ്ടപ്പെട്ടതും, ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഇത്ര കാലം നടന്ന നിങ്ങൾ പറഞ്ഞതും കേട്ടതും കണ്ടതും എല്ലാം ഒരു അണുമണി തൂക്കം വിടാതെ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾക്കുണ്ട് അല്ലേ, നമുക്കറിയാം. ബട്ട് ഇനി നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകാൻ പോവാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മളെല്ലാം ജനിച്ച സമയത്ത് ഭയങ്കര ഗ്ലാസ് ജാറ് പോലെ ഇപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്തേക്ക് കാണുന്ന ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കറുത്ത കുത്തു പോലും ഇല്ലാത്ത ഭയങ്കര പ്യുവർ ആയിട്ടുള്ള മൈൻഡ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ ഹിപ്നോട്ടിസം ചെയ്യണത് അറിയാലോ. ഹിപ്നോട്ടിസത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്ത് കമാൻഡ് അങ്ങോട്ട് കൊടുക്കണോ അത് അവർ സ്വീകരിക്കും. ഇപ്പൊ എന്നോട് പറയാണ് കുറച്ചു നേരം എന്നെ ആ ഒരു ഹിപ്നോട്ടിക് ആ സ്റ്റേറ്റിൽ നിർത്തിയിട്ട് എന്റെ പേര് ഷഹലല്ല, എന്റെ പേര് ഷഹല് എന്നാണ് പറയുകയാണെങ്കിൽ കുറച്ചു നേരം കണ്ണു തുറന്നിട്ട് നിന്റെ പേരെന്താ വെച്ചാൽ ഞാൻ പറയും ഷഹല് എന്ന്, ചുറ്റുമുള്ളവരും ചിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല അല്ലെ. ചിലപ്പോ ചില സംഭവങ്ങളൊക്കെ ചില ആളുകളെ കാണിച്ചിട്ട് ഇത് നിന്റെ മരിച്ചു പോയ അവര് തിരിച്ചു വന്നതാണ് പറയും. അപ്പൊ എന്ത് ചെയ്യും, ഈ ആള് ഭയങ്കര ഇമോഷൻസോടെ ഈ മരിച്ചു പോയ ആള് തിരിച്ചു വന്നില്ലേ ആ ഒരു സന്തോഷത്തിൽ നിൽക്കും. അപ്പൊ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നമ്മളെല്ലാരെയും നമ്മൾ തന്നെ പറയും ഒരു എന്താണ്, നമുക്ക് ബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് വിശ്വസിച്ച് പോകേണ്ട ഒരു സ്റ്റേറ്റ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ്. എന്ത് കമാൻഡ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് സ്വീകരിക്കും. ഇപ്പൊ ഞാന് നിങ്ങളെ അടുത്ത് ഒരു തേങ്ങ കാണിച്ചു തന്നിട്ട് ഇത് ചക്കയാണ് പറഞ്ഞാൽ നിങ്ങൾ അതും വിശ്വസിക്കും. നിങ്ങളെല്ലാം എല്ലാവരും വിശ്വസിക്കും. അപ്പൊ അതാണ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് അറിയാലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു കുട്ടികളെ ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ജനിച്ചു വീണ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളത് ഒരു ഗ്ലാസ് ജാറ് പോലെയായിരുന്നു നമ്മളെ മൈൻഡ്. അത് മാത്രല്ല നമ്മളെ ബ്രെയിനിന്റെ ഒരു ബ്രെയിൻ വേവിന്റെ ഒരു സ്റ്റേറ്റ് ഇപ്പം ബീറ്റ ലെവലാണ്. ബീറ്റ എന്നാ പറയാ. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ബീറ്റ ലെവലാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ആ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് പറഞ്ഞ ആൽഫ സ്റ്റേറ്റ് ആണ്. ഈ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആയിരുന്നു നമ്മൾ ജനിച്ചിട്ട് ഏകദേശം 7-8 വയസ്സ് വരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആൽഫ സ്റ്റേറ്റിലായിരുന്നു നമ്മളെ മൈൻഡ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാവുമ്പം എന്ത് കമാൻഡ് കൊടുത്താലും എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അല്ലെ, എന്ത് പറഞ്ഞാലും മൈൻഡ് ഉള്ളിലോട്ട് പെട്ടെന്ന് ഒരു സ്പോഞ്ച് എങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നോ അതേപോലെ ഉള്ളിലോട്ട് എടുത്തിട്ട് പെട്ടെന്ന് അത് വിശ്വസിക്കും. തെറ്റാണോ ശരിയാണോ യുക്തിയാണോ അതിൽ നല്ലതുണ്ടോ ചീത്തതുണ്ടോ ഇത് യുക്തി പോലും ഇല്ലാതെ പെട്ടെന്ന് അത് എടുക്കും. ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ അതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ പോലെ ഹിപ്നോട്ടിസം ഒന്നും ചെയ്യൂല ഒരാളെ. കുറച്ചു നേരം ചെയ്തിട്ട് പിന്നെ ഒരു നോർമൽ സ്റ്റേറ്റിക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഈ പ്യുവർ ആയിട്ടുള്ള മൈൻഡുള്ള നമ്മൾ ജനിച്ച അന്ന് മുതൽ ഒരു 7-8 വയസ്സ് വരെ നമ്മളൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും മൈൻഡിൽ ഒന്നുമില്ല. ഒന്നുമില്ല. ഒരാൾക്ക് ഒരു ഗ്ലാസ് ജാറ് പോലെ ഒന്നുമില്ലാത്തൊരു മൈൻഡ് കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായമില്ല, ഈവൻ ഭാഷ പോലും അറിയൂല അല്ലെ. ഒരു കുട്ടീന്റെ സ്റ്റേറ്റ് അങ്ങനെയല്ലേ, ഭാഷ അറിയൂല, ഒന്നിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കാലഘട്ടം. അപ്പം മനസ്സിൽ എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൽ കുറെ പ്രോഗ്രാമുകൾ ഉണ്ടാവും. സോഫ്റ്റ്വെയറിൽ കുറെ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ആയാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയറാണ്. അതിൽ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യപ്പെടണം. ആ ഒരു പ്രോഗ്രാംസിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൈഫിൽ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും ആക്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. പണത്തിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാം കിട്ടിയത്, പണം എന്ന് പറഞ്ഞാൽ അഹങ്കാരികൾക്ക് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ അഭിപ്രായം പണത്തിനെ കുറിച്ച് അതായിരിക്കും. പണത്തിനെ കുറിച്ചിട്ട് ചെറുപ്പത്തിലെ നല്ല ഫാദറൊക്കെ പണത്തിനെ ഭയങ്കര ഈസി ആയിട്ട് ഡീൽ ചെയ്യുന്നത് കാണുന്നു അല്ലെ. അങ്ങനെയൊക്കെയാണ് പണത്തിനെ കുറിച്ച് കണ്ടത് എന്നുണ്ടെങ്കിൽ പണം എന്നുള്ള പ്രോഗ്രാം നമ്മളെ ഉള്ളിൽ എന്തായിരിക്കും, നമ്മളെ സോഫ്റ്റ്വെയർ ആയ മൈൻഡിൽ എന്തായിരിക്കും, പണം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും, അതായിരിക്കും. അപ്പൊ ഇതേപോലെ ഈ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് 7-8 വരെയുള്ള ഒരു കാലഘട്ടം, ആ ഒരു വയസ്സ് കാലഘട്ടത്തിൽ ചുറ്റിലും കാണുന്ന, ഞാൻ പറഞ്ഞ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഗ്ലാസ് ജാറ് പോലെയുള്ള മൈൻഡിലോട്ട് എന്താണ് ചുറ്റിലുള്ള നമ്മളെ പേരൻസ് പറയുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെ. നമ്മളെ പേരൻസിന് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓരോ അഭിപ്രായമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ സറൗണ്ടിങ്സ് നിന്ന് നമ്മളെ ഫാമിലിയോ നമ്മൾ പോകുന്ന സ്ഥലത്ത് കാണുന്ന കാഴ്ചകളോ നമുക്ക് കിട്ടുന്ന അറിവുകളോ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം മൈൻഡിന്റെ ഉള്ളിൽ ഡീപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും, പ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യും, മൈൻഡിനെ സോഫ്റ്റ്വെയർ എന്നുള്ള മൈൻഡ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാംസ് നിറഞ്ഞല്ലോ. അങ്ങനെ 8 വയസ്സുള്ള കാലഘട്ടത്തിന് ശേഷം നമ്മൾ പറയും, അതായത് ഈ ഒരു ആൽഫ സ്റ്റേറ്റ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്നാ പറയാം. അപ്പൊ നമ്മളെ മൈൻഡിന് 2 പാർട്ട് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സും ഉപബോധ മനസ്സും. ഇപ്പൊ ജനിച്ച കുട്ടികൾ ആരും ബോധമുണ്ട് നമ്മൾ പറയാറില്ല അല്ലെ. നമ്മൾ എന്താ പറയാ, ഒരു 7-8 വയസ്സൊക്കെ ആയിട്ട് നമ്മൾ പറയാം ആ കുട്ടിക്ക് ഇപ്പൊ ബോധമൊക്കെ വന്ന് കുറച്ചൊരു ബുദ്ധി വെച്ചാണ് എന്ന് പറയും അല്ലെ. അപ്പം ആ ഒരു കാലഘട്ടം വരെ ഈ ബോധ മനസ്സില്ല. ആൽഫ സ്റ്റേറ്റിൽ ഉപബോധ മനസ്സ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ചുറ്റുപാടിൽ നിന്നിട്ടുള്ള എന്തും ഉള്ളിലോട്ട് സ്വീകരിക്കാൻ പാകത്തിൽ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആൽഫ സ്റ്റേറ്റിലെ ഒരു സ്പോഞ്ച് എങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നു അതുപോലെ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം അവിടെ ഉറച്ചിട്ട് ആ ഒരു 8 വയസ്സിന് ശേഷം നമ്മളെ ഈ ഒരു ബോധ മനസ്സും കൂടെ രൂപപ്പെട്ടിട്ട് എന്ത് ചെയ്യും,
ബോധ മനസ്സിന്റെയും ഉപബോധ മനസ്സിന്റെയും ഇടയിൽ ഒരു ക്രിട്ടിക്കൽ ഫിൽറ്റർ രൂപപ്പെടും. പിന്നെ അങ്ങോട്ടേക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം പെട്ടെന്ന് ഉള്ളിലോട്ട് മനസ്സിക്ക് കയറി പ്രോഗ്രാം ആവൂല. പിന്നെ കയറും, നമ്മളെ വലിയ ആളായാലും നമ്മൾ ഓരോ ഏജിലും കയറും. അതെങ്ങനെ വെച്ചാൽ റിപ്പീറ്റ് ആയിട്ട് ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളോ കേൾക്കുന്ന കാര്യങ്ങളോ അനുഭവിക്കുന്ന കാര്യങ്ങളോ മൈൻഡിന്റെ ഉള്ളിൽ പ്രോഗ്രാം ആവും. ഈ സോഫ്റ്റ്വെയർ ആയ മൈൻഡിൽ എന്തൊക്കെ പ്രോഗ്രാം ആയോ അതാണ് നിങ്ങൾ ലൈഫിൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും. അതായത് സ്റ്റേജ് ഫിയർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരായാലും കുഞ്ഞുകുട്ടിയായ സമയത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പേടിയൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫസ്റ്റ് കാലഘട്ടത്തിൽ നമ്മൾ ആരുടെയും വേണമെന്നുണ്ടെങ്കിലും അറിഞ്ഞില്ലേലും പാട്ട് പാടും. തെറ്റിയാല് പാട്ട് പാടുന്നത് എന്തെങ്കിലും തെറ്റിപ്പോയാല് നമ്മളും ചിരിക്കും അവരും ചിരിക്കും അല്ലെ. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നോ കമ്പാരിസൺ ഒന്നും നമ്മളില്ല. പക്ഷെ ഏതോ ഒരു കാലഘട്ടത്തില് നമ്മൾ സ്റ്റേജിൽ കയറി അവിടെ നമ്മളുടെ എന്തോ തെറ്റിപ്പോയി, ടീച്ചേഴ്സ് കളിയാക്കി, കുട്ടികൾ കളിയാക്കി, ആ ഫസ്റ്റ് ആയിട്ട് ആ കുട്ടീൻ്റെ ഉള്ളിൽ ഒരു മുറിവ് വരാണ്. സ്റ്റേജിൽ കയറുക ഈക്വൽ ടു എന്താണ് നിങ്ങൾക്ക് അപ്പൊ ഫീൽ ചെയ്തത്? പെയിനായിരിക്കും. പെയിനും ഷെയിം, ഒരു എല്ലാവരും കളിയാക്കിയിട്ടുള്ള കാര്യം മൈൻഡിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട്. പിന്നെന്താ വെച്ചാൽ വലിയ ആളായാലും സ്റ്റേജിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് പേടി, ഒരു ഫിയർ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരിക. നമ്മൾ തന്നെ പറയും എവിടുന്നാ ഫിയർ വരുന്ന അറിയില്ല, എനിക്ക് അങ്ങോട്ട് എത്തുമ്പോഴത്തെ പിന്നെ എൻ്റെ കൈയും കാലം വറക്കും, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് സങ്കടമാവും, അല്ലെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം നിങ്ങളെ മൈൻഡിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉള്ളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചാക്കിൽ ഓരോരോ സാധനം ഉണ്ട് പറഞ്ഞ പോലെ ഈ ഒരു സാധനം ഉണ്ട്. അതിനെ അവിടുന്ന് ക്ലിയർ ചെയ്ത് പോയാലേ എടുത്ത് ഈ പ്രോഗ്രാമിനെ റീപ്രോഗ്രാം അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുക. അപ്പൊ അതേപോലെ തന്നെ ചില ആളുകൾ ഇരുട്ടിനെ പേടിയുള്ള ആളുകൾ ഉണ്ടാവും. അത് ചെറുപ്പത്തിൽ ചിലപ്പം ഇരുട്ടുള്ള ചില സാഹചര്യങ്ങളിൽ വല്ലാതെ പേടിച്ചു പോയതോ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അതിനുശേഷം ആവർത്തിച്ച് ചില അങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിട്ട് ഉള്ളിൽ കയറിയതായിരിക്കാം. അപ്പൊ നമ്മൾ വലുതായാലും എനിക്ക് എന്താ അറിയൂല, ഞാൻ ഒന്നില്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായില്ല, ഇപ്പോഴും എനിക്ക് ഇരുട്ടിനെ പേടിയാണ്, എന്തേക്കും വിധിയായിരിക്കും അങ്ങനെ പറയും. പക്ഷെ അതെന്താണ്, മൈൻഡിൽ ആ ഒരു ഇരുട്ടിനെ കുറിച്ച് പേടിക്കുന്ന ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്. അതിനെ റീസെറ്റ് ചെയ്യുക, റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റം കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തുണ്ട്, പ്രോഗ്രാം നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രോഗ്രാമിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ നിന്നൊരു മോചനം കിട്ടുക പറയില്ലേ, മോക്ഷം കിട്ടുക പറയില്ലേ, അതേ രീതിയിൽ നമുക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നോ പാരൻസിൻ്റെ അടുത്തുനിന്നോ നീ ഒന്നും ആവൂല, ചില സമയത്ത് ചില കുട്ടികൾ പറയുന്നുണ്ടല്ലേ ഇവനൊരു പൊട്ടനാ ഭയങ്കര, ചില പാരൻസിന്റെ അടുത്ത് നിന്ന് അറിയാതെ പറ്റുന്ന ഒരു കാര്യമാണ് ഇവനൊരു പൊട്ടനാ. ഈ കുട്ടി ഇത് കേട്ട് ഉള്ളില് മൈൻഡിൽ പ്രോഗ്രാം ആവും ഞാനൊരു പൊട്ടനാ. പിന്നെ ആ കുട്ടി എത്ര നന്നാവാൻ നോക്കിയാലും ആ കുട്ടി എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാം പിന്നോട്ടേക്ക് വലിക്കും. ഞാനൊരു ഉദാഹരണം സിമ്പിളായിട്ട് എല്ലാ സെഷനിലും പറയാറുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പാറ്റ, പല്ലി ഇങ്ങനത്തെ സമ്പത്തിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വലിയ ആളുകളും ഇപ്പോഴും പേടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളോട് മക്കളോട് ഉമ്മമാരും അമ്മമാരും അറിയും മോനെ അങ്ങോട്ടേക്ക് പോവല്ലേ, അത് കടിക്കൂട്ടോ. കാരണം എന്താ, അതിനെ എടുത്തിട്ട് പിടിച്ച് കഴിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാ. ചെറിയ കുട്ടിയല്ല, അതിന് യുക്തിയില്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് ബോധമില്ല. അപ്പം 7 വയസ്സിന് ശേഷം ബോധം വരാം, ബുദ്ധി ഉറക്കുക. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ കുട്ടീൻ്റെ ഉള്ളില് പാറ്റ കടിക്കുവോ, അല്ലെങ്കിൽ ഈ കുട്ടീനെക്കാളും മൂത്ത കുട്ടികൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ പേടിക്കണതോ കൂവി വിളിക്കണതോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം ഉള്ളിൽ കയറും. അത് കയറി കഴിഞ്ഞാല് ഓക്കെ, കുട്ടി വലുതായി അതിനൊക്കെ മറന്ന്. പക്ഷെ വലിയ ആളായി എത്ര പ്രായമായാലും ഇവനക്ക് അറിയാം അല്ലെ ഇവൾക്ക് അറിയാം, പാറ്റ കടിച്ചിട്ട് ഇതുവരെ ആരും മരിച്ച ചരിത്രം ഇല്ല, പാറ്റ വീങ്ങിയിട്ടില്ല ആരെയും, എല്ലാം അറിയാം. എന്നാലും എന്താ സംഭവിക്കാം, പാറ്റനെ കാണുമ്പോഴേക്ക് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഉള്ളെന്നൊരു പേടിക്കലോ കൂവി വിളിക്കലോ എന്തോ വരും. അതെന്തുകൊണ്ടാ, ഈ പാറ്റനെ കാണുമ്പം അന്നത്തെ പ്രോഗ്രാം ഇവിടുന്ന് ഓണാവുമ്പോ എന്ത് ചെയ്യും, ആ സെയിം ഫീലിംഗ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മളെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻ കൊണ്ടോ ഒരുപാട് ഉപദേശം കൊണ്ടോ കാര്യമില്ല. നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു റൂട്ട് കോസ് ഉണ്ട്. റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കും റിലേഷൻഷിപ്പും എൻ്റെ പണ്ടത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എന്താ തമ്മിൽ ബന്ധം എന്നൊക്കെ ചിന്തിക്കും അല്ലെ, ചിന്തിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, നമ്മൾ ആരോഗ്യത്തിലായിക്കോട്ടെ, ലൈഫിന്റെ ഏത് പാർട്ടിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നോക്കി പരാതി പറഞ്ഞിട്ട് അവര് കാരണമാണ് ഇവര് കാരണമാണ് അല്ലെങ്കിൽ ഇത് വിധിയാണ് ഞാൻ അനുഭവിക്കാനുള്ളതാണ് ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞിട്ട്
അങ്ങനെ ശരിക്കും കംഫർട്ട് ആവുക ചെയ്യത്. അങ്ങനെ ഓരോരുത്തരെ പുറത്ത് നോക്കി പരാതി പറയണേലപ്പുറം നമ്മളെ അകത്ത് നമ്മളെ ഉള്ളിൽ ഒരു സംഭവം അതിനെതിരായിട്ട് ഉണ്ടാവും. അപ്പം അതിനെ ക്ലിയർ ചെയ്ത് കഴിയുമ്പം ആ ഇഷ്യൂസിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു സംഭവമാണ് ഈ ഒരു മൈൻഡ് റീപ്രോഗ്രാം. ഞാൻ പറയല്ലോ, മൈൻഡ് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞില്ലേ, അതിനെല്ലാം നമ്മൾ ഭാരം ചുമന്ന് മുന്നോട്ട് ജീവിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാളും നമുക്ക് അതിനെല്ലാം ഉള്ളിൽ നിന്നിട്ട് റീസെറ്റ് ചെയ്തെടുക്കാം. നമ്മളെ മൈൻഡിനെ ക്ലീൻ ചെയ്യാം, ക്ലെൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈഫിന്റെ ഈസിനെസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതിപ്പോ എങ്ങനെയാ ചെയ്യുക അല്ലെ. നമ്മൾ ഫോണും കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നമ്മൾ റീപ്രോഗ്രാം ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളപ്പോൾ എങ്ങനെയാ അത് ചെയ്യാന്നുണ്ടാവും. നമ്മളെ ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ അതിനാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയാം. ഇപ്പൊ പേളി മാണിന്റെ ഒരു വീഡിയോ ഇപ്പൊ അടുത്ത് കുറച്ച് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അല്ലെ. ആള് മൈൻഡ് പവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എക്സൽ ചെയ്യുന്ന ആളാണ്. അപ്പം നമുക്ക് നമ്മളെ എപ്പോൾ വേണമെങ്കിലും മാറ്റിയെടുക്കാം. നമ്മളെ ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നമുക്ക് വേണ്ട രീതിയിലോട്ട് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാറ്റാൻ, നമ്മളെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിന് നമ്മളെ എന്താ പറയാ, നമ്മളെ റിലീജിയസ് സംഭവങ്ങളിലൊക്കെ നല്ല ഇതുണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്, സൂറത്തുൽ റഅദിൽ. അതായത് നിങ്ങളെ അകത്തുള്ള കാര്യങ്ങൾ മാറ്റിയാലേ നിങ്ങളെ പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റി തരുള്ളൂ എന്നുള്ളത്. ലാ യുഗയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറുല്ലാഹു മാ ബി അൻഫുസിഹിം. നിങ്ങളകത്തുള്ളത് നിങ്ങൾ മാറ്റിയാലേ നിങ്ങളെ പുറത്തുള്ളത് ഞാനും മാറ്റിത്തരും. നമ്മളറിയാം ദൈവം പാതി നാം പാതി. അതായത് നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു റൂട്ട് കോസ് നമ്മളെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത് അതിനെയും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അതിനാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുക. അപ്പൊ അതൊരിക്കലും ഇതുപോലെ കുറെ സെഷൻസ് എടുത്തിട്ട് അത് കേട്ട് 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 മാറില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തടി കുറക്കാന്, മസിൽസിന് സ്ട്രെങ്ത് കൂടാന്, തടി കൂട്ടാന്, ഫാറ്റ് കുറയാന്, ഇങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകൂലേ. ജിമ്മിൽ പോകുമ്പോൾ ആ ജിമ്മിലെ ട്രെയിനർ നിങ്ങളെ അടുത്ത് വന്ന് ഒരുപാട് ക്ലാസ് എടുത്ത് തന്ന് വിചാരിച്ചിട്ട് മാറ്റം കിട്ടുമോ? അയാൾ നിങ്ങളെ അടുത്ത് വന്നിട്ട് ഒരുപാട് നിങ്ങളെ സമാധാനിപ്പിച്ചാൽ മാറ്റം കിട്ടുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് പ്ലാന് തയ്യാറാക്കും. എന്താണ് നിങ്ങളെ ഇഷ്യൂ, ഇത് എങ്ങനെയാണ് മാറ്റേണ്ടത്, ഇത് എത്ര കാലമായിട്ടുള്ളതാണ്, കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കലായി ചെയ്യേണ്ട കാര്യങ്ങൾ തരും, ഫിറ്റ്നസ് കാര്യങ്ങൾ. അത് നിങ്ങളെ കൊണ്ട് കൂടെ നിന്ന് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പതുക്കെ 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 റിസൾട്ട് വരുന്നത്. അപ്പൊ അത് ഇടയ്ക്ക് ജിമ്മ് നിർത്തി പോയി പഴയ ലൈഫ് സ്റ്റൈൽക്കോ അല്ലെങ്കിൽ ഡയറ്റൊക്കെ അങ്ങനെ കൺട്രോളും കാര്യങ്ങളൊക്കെ നിർത്തിയ ആളുകൾക്ക് റിസൾട്ട് കിട്ടൂല അല്ലെ. അവർ പറഞ്ഞ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരെ ബോഡിനെ മാറ്റാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്. അതിലെന്താ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് ടൂൾസ് ഉണ്ട്. ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് പോലെ മൈൻഡിന് കൊടുക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ആഫ്റ്റർ ക്ലാസ് എങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ യൂസ് ചെയ്ത് പോയാൽ നമ്മളിലുള്ള എന്തൊക്കെ ലിമിറ്റേഷൻസ്, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരം ലിമിറ്റേഷൻസ് ആയിരിക്കാം. ആരോഗ്യത്തിലായിരിക്കാം, സമ്പത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സെൽഫിലായിരിക്കാം. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കി പറയാൻ വിട്ടുപോയി. എന്നെ ആരും സ്നേഹിക്കണില്ല എന്നെല്ലാവരും കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എന്താണ് എന്നെ ആരും അടുപ്പിക്കുന്നില്ല, അല്ലെ എന്നെ ആർക്കും വേണ്ട, ഇങ്ങനൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നമ്മളെ മനസ്സിന്റെ അകത്തുള്ള കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് കൊടുക്കാത്ത, എൻ്റെ ചോദ്യം, നിങ്ങളെ ആരും സ്നേഹിക്കണില്ല, നിങ്ങൾ ആരും പരിഗണിക്കണില്ല, നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചേർത്ത് പിടിക്കുന്നുണ്ടോ, നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റുണ്ടാവുമ്പോഴേക്ക് സ്വയം കുറ്റപ്പെടുത്തി ഇങ്ങനെ സെൽഫിനെ താഴ്ത്തി ഞാനൊന്നിനും പറ്റൂല, എന്നെ കൊണ്ടൊന്നിനും ചെയ്യാൻ പറ്റൂല, എന്നെക്കാളും അവരടിപൊളിയാണ് അല്ലെ. ഓൾവേസ് പുറത്തോട്ട് നോക്കിയിട്ട് അവരടിപൊളിയാണ്, ഇവരടിപൊളിയാണ്, ഞാനൊന്നിനും പറ്റൂല. അതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങാൻ മടി, മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി, കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാനൊന്നിനും പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉള്ളിൽ കയറി നമ്മൾ നമുക്ക് കൊടുക്കണില്ല പരിഗണന, നമ്മൾ നമ്മളെ സ്നേഹിക്കണില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് കൊടുക്കാത്ത നമുക്ക് പുറത്തൊന്നും തിരിച്ചു കിട്ടൂല. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ പല പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലും അതിന്റെ റൂട്ട് കോസ് എടുത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, അവരെന്നെ പരിഗണിക്കണില്ല, എന്നെ കേൾക്കണില്ല, എന്നെ സ്നേഹിക്കണില്ല, ഞാൻ എന്ത് ചെറിയ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ കുറ്റപ്പെടുത്തും. ഈ കാര്യങ്ങളാണ് പല ആളുകൾ, പ്രത്യേകിച്ച് വുമൻസ് ആയിട്ടുള്ള ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഇവരെ മാത്രം ഒരിക്കലും അവരൊരു സംഭവം എന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണോ, ആ ആള് കാരണാണോ,
അല്ലെ? അവര് അങ്ങനെ പറയാം, മറ്റേ ആള് കാരണമാണ്, അങ്ങനെ അവരെ പരാതിയെ പറയാം. പക്ഷെ അത് കേട്ടിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആളെ ചേഞ്ച് ആക്കാൻ വേണ്ടിയല്ല നോക്കുക. ഈ വന്ന ആളെ കണ്ടീഷൻ എന്താ നോക്കുമ്പോൾ ഇവർക്ക് ഇവരെ തീരെ ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം ചോദിക്കും, ഏയ് എനിക്ക് എന്നെ ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ പരിഗണിക്കാറുണ്ടോ? ഏയ് ഞാൻ എന്നെ അങ്ങനെ പരിഗണിക്കാറൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഞാൻ എൻ്റെ കാര്യം പോലും നോക്കാതെ മക്കളെ കാര്യം, ഹസ്ബൻഡിന്റെ കാര്യം, ഫാമിലിന്റെ കാര്യം, ജോബിന്റെ എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എന്തൊക്കെ ചെയ്തിട്ടും ആരും എന്നെ നോക്കണില്ല, ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ സ്നേഹിക്കണില്ല, ഇങ്ങനെ കുറേ കാര്യം പറയും. ഉം. അപ്പൊ എന്താണ്, ഞാൻ എന്നെ നോക്കാതെ ഞാൻ ചുറ്റുമുള്ളവരെല്ലാരും നോക്കുമ്പോൾ എന്റെ സെൽഫിനൊരു പരാതി ഉണ്ടാവും. ഈ എന്നെ നോക്കണില്ലല്ലോ, എന്നെ സ്നേഹിക്കണില്ലല്ലോ, എന്നെ പരിഗണിക്കണില്ലല്ലോ, എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിയെന്നുള്ളൊരു പരാതി എൻ്റെ ഉള്ളിലുള്ള സെൽഫിനുണ്ടാവും. ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു കണ്ണാടി പോലെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാത്തത് നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെ നിന്നും കിട്ടൂല. നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ വേറെ ആരത് തരാനാ? ഫസ്റ്റ് ഇപ്പൊ വാലന്റൈൻസ് ഡേ കഴിഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. അപ്പൊ അതെങ്ങനെയാന്നൊക്കെ ചോദിക്കും ചില ആളുകൾക്ക്. ക്രിഞ്ച് അടിച്ചു തുടങ്ങും, ഇതിപ്പോ എന്താണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക? അതായത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങാം. നമ്മളെ സംസാര രീതി ഇഷ്ടം ഉണ്ടാവില്ല, നമ്മളെ ഈവൻ നമ്മളെ കൈയക്ഷരം പോലും ഇഷ്ടം ഉണ്ടാവില്ല, നമ്മളെ ഡ്രസ്സിങ് ഇഷ്ടം ഉണ്ടാവില്ല, നമ്മളെ കണ്ണ് ഇഷ്ടം ഉണ്ടാവില്ല, മൂക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഒന്നും. ഞാൻ ഇതിലേറെ ഒന്നുകൂടെ അടിപൊളിയാണെങ്കിൽ, ഒന്നുകൂടെ അടിപൊളിയാണെങ്കിൽ നമ്മൾ പറയാം. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവ് പറയുന്നത്, ഇത്രയും വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ക്രിയേറ്റർ പറയുന്നത് എൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളതാ. അപ്പൊ നമ്മൾ അത്രയും നല്ല പാകതയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം അനുസരിച്ചിട്ട് എപ്പോഴും ആദ്യം നമുക്കത് കിട്ടിയിട്ടുണ്ടാവുക നമ്മളെ പാരന്റ്സോ ടീച്ചേഴ്സോ സറൗണ്ടിങ്സിലുള്ള ആരെങ്കിലും നമ്മളൊന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നിന്നെ കൊണ്ട് എന്തിനാ പറ്റുക, നീയൊന്നും ചെയ്താൽ ശരിയാവില്ലല്ലോ, ഇവളെപ്പോഴും പൊട്ടത്തരാണ്, തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ടാവും. അത് പിന്നെ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തൊരു സാഹചര്യം വന്നാലും ആദ്യം നമ്മൾ നമ്മളെ ഉള്ളിൽ റിഗ്രറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ, ഇനി ഞാൻ കുറച്ചും കൂടെ ചെയ്യായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ തവണ കുറ്റപ്പെടുത്തും, ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഫസ്റ്റ് ഇതിനെല്ലാത്തിനും റിലേഷൻഷിപ്പിലുള്ള ഇത്ര ഇഷ്യൂസ് ഒക്കെ ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ നമ്മൾക്ക് കൊടുത്തു തുടങ്ങുക. സ്നേഹം ആയിക്കോട്ടെ, പരിഗണന ആയിക്കോട്ടെ, എല്ലാം നമ്മൾ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മൾക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ ചുറ്റിൽ നിന്നിട്ടും അത് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇന്നെൻ്റെ ഒരു ക്ലയന്റ് ഇവിടെ ഉണ്ടെന്ന ആള് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണത്. ആദ്യം സ്വയത്തിനെ തീരെ ഇഷ്ടപ്പെടില്ലായിരുന്നു, ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നമല്ലേ, അപ്പൊ ഇതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മാറ്റി ഒരുങ്ങിയൊക്കെ നടക്കണോ, അല്ലെ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകണോ, ഞാൻ ഇതൊന്നും ചെയ്യണ്ടല്ലോ എന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പം ആൾ മൈൻഡ് റീപ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ടൂൾസ് ചെയ്യൽ തുടങ്ങിയാരെ സ്വയത്തിനെ ഇഷ്ടപ്പെടൽ തുടങ്ങി, നല്ല രീതിയിലൊക്കെ നടക്കൽ തുടങ്ങി. അല്ലെങ്കിൽ ബോഡിക്ക് ശരിക്കുള്ള ഫുഡ് കൊടുക്കൂല, ഏത് നേരം ഓവർ തിങ്കിങ് കാര്യങ്ങളായിരുന്നു. ഇപ്പം ആള് സെൽഫിനെ നല്ല രീതിയിൽ സ്വയത്തിനെ ട്രീറ്റ് ചെയ്യൽ തുടങ്ങിയപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, ചുറ്റിൽ നിന്നിട്ടും ആളുകൾ പരിഗണിക്കാൻ തുടങ്ങി. ഇതുവരെ കുറ്റപ്പെടുത്തിയവർ നല്ല രീതിയിൽ ഇങ്ങോട്ട് മിണ്ടാൻ തുടങ്ങി, നല്ല രീതിയിൽ സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ വെച്ചാല്, നിങ്ങളെ ഇന്റേണൽ വേൾഡിൽ മൈൻഡിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ആ ഒരു പ്രോഗ്രാം റീപ്രോഗ്രാം ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പരിഗണനയും കാര്യങ്ങളും സെൽഫ് ലവും കാര്യങ്ങളും ഒക്കെ കൂട്ടാനുണ്ടാവും. എല്ലാവരുടെ പ്രശ്നമാണ് സെൽഫ് വേർത്ത് കുറവ്. അതായത് നമ്മളെ മൂല്യം അല്ലെ, ലോ സെൽഫ് എസ്റ്റീം അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഒരിക്കലും മറ്റൊരാൾ തരട്ടെ, അവരെന്നെ സ്നേഹിക്കട്ടെ, അവർ ഗിഫ്റ്റ് തരട്ടെ, അവരെന്നെ പരിഗണിക്കട്ടെ, അത് കിട്ടിയിട്ട് ഞാൻ ഹാപ്പി ആവും, അത് കിട്ടിയിട്ട് എനിക്ക് ലൈഫിൽ നല്ലത് വരട്ടെ, ഇങ്ങനെ അവിടുന്ന് വരട്ടെ ഇവിടുന്ന് വരട്ടെ വെച്ചാൽ ആൾവേസ് നമ്മളൊരു ബെഗറാണ്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബെഗർ ആവാം, കിങ് ആവാം. കിങ് ആവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്നേഹവും പരിഗണനയും നല്ല രീതിയിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങളെ ഉള്ളിൽ അത് നിറഞ്ഞു കവിയുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ നോക്കാതെ സ്നേഹിക്കാതെ ഹസ്ബൻഡിനെയും ഫാമിലിനെയും ഫ്രണ്ട്സിനെയും നല്ലോണം പരിഗണിക്കുകയാണ്. നമ്മളിൽ ഇല്ലാത്തൊരു കാര്യം അവർക്കൊക്കെ കൊടുക്കുമ്പം നമ്മൾ എപ്പോഴും പരാതിയായിരിക്കും, എനിക്ക് ആരും തരുന്നില്ലല്ലോ, എന്നെ ആരും നോക്കണില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും. അപ്പൊ അതിനുള്ള പരിഹാരം ഫസ്റ്റ് നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ പരിഗണിക്കുക, നിങ്ങൾക്കുള്ളത് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവരെയും ഒരു പരാതി ഇല്ലാതെ പരിഗണിക്കാനും സ്നേഹിക്കാനും എല്ലാം പറ്റും. അത് മാത്രമല്ല, എല്ലാവരിൽ നിന്നിട്ടും നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കണോ അത് ഇങ്ങോട്ട് തിരിച്ചും കിട്ടും ചെയ്യും. റിലേഷൻഷിപ്പിന്റെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളെ ഹെൽത്ത് ഇഷ്യൂസിന്റെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം.
പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ, ഹേർട്ടിന് പ്രശ്നമുള്ളവരുണ്ടാവും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. അതല്ലാത്ത ഒരുവിധ ആളുകൾക്കുള്ള കൂടുതൽ പ്രശ്നമാണ് ഒരുപാട് കാലമായിട്ട് കുറെ ടെസ്റ്റ് ചെയ്യണ്, കുറെ ഡോക്ടേഴ്സിനെ കാണിക്കണ്, കുറെ മരുന്ന് കഴിക്കണ, വേദന മാറുന്നില്ല, ഡോക്ടേഴ്സ് പറയുന്ന കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ പല പല മൈഗ്രെയിൻ ആയിക്കോട്ടെ, ബാക്ക് പെയിൻ ആയിക്കോട്ടെ, അത് ഇത് അല്ലെ, കാര്യമായിട്ട് ബോഡിയിൽ എക്സ്റേ MRI യിലൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് എന്നും ക്ഷീണം, തളർച്ച, വേദന കാര്യങ്ങൾ വിട്ടു മാറുന്നില്ല. ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ മൈൻഡിൽ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള ഒരുപാട് വേസ്റ്റുകൾ കാര്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് എല്ലാം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്, വേസ്റ്റാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇത് മൈൻഡിൽ കുറച്ച് കാലം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ട് പിന്നെ നമ്മുടെ സെല്ലുകൾ, കോശങ്ങൾ, സെല്ലുലാർ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അവിടെ നിന്നിട്ട് അത് നമ്മുടെ ഊർജ്ജ തലത്തിലോട്ട് കൂടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ട് അത് എന്താവും, രോഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. മൈൻഡിന് ഒരു പരിധിയിലപ്പുറം താങ്ങുന്നില്ലെങ്കിൽ അത് നമുക്ക് തരുന്ന അലേർട്ടാണ് ഇത്തരം രോഗങ്ങൾ. മാറുന്നില്ല, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, എന്നും ഇതന്നെയാണ്, ക്ഷീണാണ്, തളർച്ചാണ്, വേദനയാണ്, നിങ്ങളെ മൈൻഡ് നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടാണ് ഇതിന്റെ റൂട്ട് കോസ്. വേറെ എവിടെയും നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ, വേറെ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഇല്ലെങ്കിൽ, അതായത് അവയവങ്ങൾക്ക് പ്രശ്നം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ സയന്റിഫിക്കലി എക്സ്റേ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉള്ളിലാണ് പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യാണ്, ഈ വേസ്റ്റുകൾ കാര്യങ്ങൾ അവിടെ ഫോർഗിവ്നെസ് വഴിയും നമ്മുടെ ടൂൾസ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് വഴി അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ബോഡിയിൽ നല്ല ചേഞ്ചസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ കാലങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ മാറും അല്ലെ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഞാൻ അതിന്റെ ഉദാഹരണം ഞാൻ വെറുതെ പറയല്ല, നമ്മളിതൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം ആഫ്റ്റർ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ആ സാധനം വന്നിട്ടേ ഇല്ല. അപ്പൊ അതെന്താ, നമ്മളെ ഉള്ളിലുള്ള നമ്മൾ ഒരുപാട് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഉണ്ടാവും, സങ്കടങ്ങളാവും, വേദനകളാവും. നമ്മളെ തന്നെ കുറച്ച് കാണിച്ചാണ്ട് ഞാൻ ഇങ്ങനെയല്ലേ, ആ ഒരു പെയിന്, ഞാൻ വളരെ കുറവല്ലേ, എന്നെ ഒന്നിനും പറ്റൂലല്ലോ, അതിൽ വരെ ഒരു പെയിൻ നിങ്ങളുടെ ഉള്ളിൽ അടക്കി പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പരാജയത്തിലാവുമല്ലോ, അതെല്ലാം ആണ് ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ട് ഈ സംഭവങ്ങൾ വരുന്നത്. അത് നിങ്ങൾ മൈൻഡിൽ കറക്റ്റ് ചെയ്യപ്പെടാതെ നിങ്ങൾക്ക് ബോഡിയിലും ചേഞ്ചസ് വരൂല. അപ്പൊ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത് എന്താണ്, ലൈഫിൽ ഏത് ഏരിയയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. നിങ്ങൾക്ക് നല്ല സ്പീച്ചിനുള്ള ഒരു കഴിവുണ്ട്, പാട്ട് പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, സ്റ്റേജ് ഫിയർ ആണെന്നുള്ള കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ലൈഫിൽ റിഗ്രറ്റ് ചെയ്തിട്ട് ഇനി ഒരു അവസരം എനിക്ക് കിട്ടൂല, ഇതിന്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഏത് സമയം വേണേലും മാറ്റിയെടുക്കാം. നിങ്ങളെ മൈൻഡിലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. സിംപ്ലി പറയാം, മൈൻഡിനൊന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ എനിക്ക് പണ്ട് മുതലേ പേരൻസോ ടീച്ചേഴ്സോ പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഒന്നിനും പറ്റൂല, അല്ലെ ഞാൻ ചെയ്താൽ ശരിയാവൂല. ഈ കാര്യങ്ങൾ കേട്ട് കേട്ട് എൻ്റെ ഉള്ളിൽ അതുള്ളതുകൊണ്ടാണ് ഞാൻ എന്തേ കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്ക് ഇത് ചെയ്താൽ ശരിയാവൂലെ, നീട്ടി വെക്കൽ വരും, മടി വരും അല്ലെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് വരും. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട്. അതിനെ മാറ്റി എഴുതിയിട്ട് ഐ ആം ടാലന്റഡ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അടിപൊളിയാണ്, അത് മോട്ടിവേഷൻ കൂടെ 4-5 ദിവസം നിങ്ങളോട് പറയാ, അല്ലെങ്കിൽ കണ്ടാൽ ഞാൻ ഐ ക്യാൻ, ഐ വിൻ, അത് ഭയങ്കര സൗണ്ടിൽ പറയാന്നൊന്നുമില്ല. ശരിക്കും കുറെ സൗണ്ടിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മളെടുത്താളുള്ളത് ഉള്ളിലൊരു ബോധം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ആവേണ്ടത് അതിനൊന്ന് തിരിച്ച് റീസെറ്റ് ചെയ്ത് കൊടുത്ത കാര്യം നടക്കും. ഇതാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ലൈഫിലുള്ള ഇപ്പം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് വന്നത് എന്ന് ആദ്യം നോക്കുക. അതിന്റെ കാരണം നിങ്ങൾ കണ്ടെത്തണ്ട, നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ് അല്ലെങ്കിൽ ഒരു ടൂൾസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എന്താണ്, നമ്മൾ ഈ പ്രീ വെബിനാറിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അവയർനെസ് തരിക എന്നുള്ളതും കൂടെയാണ്. അതായത് വിദ്യയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ലൈഫിൽ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ചില മിസ്സിങ്, ചില കുറവുകൾ, പരിമിതികൾ, ഒക്കെ ചില രോഗങ്ങളൊക്കെ മാറ്റാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ ഇതാണല്ലോ വിചാരിച്ച് ലൈഫിൽ നമ്മൾ ലൈഫ് ലോങ് കഷ്ടപ്പെട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. മൈൻഡിനെ സെറ്റ് ചെയ്യുക, മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് എവിടെയും ജീവിച്ചു പോകാൻ പറ്റും. നിങ്ങളെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തിട്ട് അടിപൊളിയാവാനും പറ്റും. ഇപ്പൊ നിക് വ്യൂജിസിനെ എല്ലാവർക്കും അറിയാം, 2 കൈയും കാലും ഇല്ലാത്ത മോട്ടിവേഷണൽ സ്പീക്കറാ. ആൾക്ക് 2 കൈയും കാലും ഇല്ല പറഞ്ഞ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കാമായിരുന്നു. ബട്ട് എന്താണ്, ആൾക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് സംസാരിക്കാനുള്ള. അത് കുറച്ച് ലോങ് സ്റ്റോറിയാണ്, ഇപ്പൊ നമുക്ക് ടൈമില്ല, അടുത്ത ഫ്രീ വെബിനാറിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് അങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്റ്റിൽ അങ്ങനെ ഇരിക്കായിരുന്നു. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, കയ്യും ഇല്ലല്ലോ, കാലും ഇല്ലല്ലോ, ഇത് മാറൂലല്ലോ, ഇതിനൊരു സൊല്യൂഷൻ പോലും ഇല്ലല്ലോ. പക്ഷെ എന്താണ് ഉള്ള കഴിവ്, അതിൽ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് അതിനെ പുറം ലോകത്ത് എത്തിച്ചപ്പം ഇപ്പം എന്താണോ ആൾക്ക് ഉണ്ടായ പരിമിതികൾ, അതിലാണ് ആൾ അറിയപ്പെടുന്നത്. നിക്കെന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എല്ലാരെയും പോലെ 2 കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ
ബ്ലെസ്സിങ്. അതേപോലെ നിങ്ങൾക്ക് ലൈഫിലെ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റാത്ത ചില തീരാ നഷ്ടങ്ങൾ അല്ലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏറ്റവും ഒരു നന്മക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിലും ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു ബാലരമ ബാലകുഞ്ഞില കളിക്കുടുക്കയിലുള്ള ഒരു വഴി കാണിക്കൽ പോലെ അത് ലാസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലെത്തും. പല ആളുകളും പറയാറുണ്ട് എൻ്റെ ബിസിനസ് നശിച്ചു, ബിസിനസ്സിൽ പല പ്രശ്നങ്ങൾ വന്നു, കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ കുറേ കാലം കഴിഞ്ഞ് ഇവർ ചിലപ്പോൾ വീട് വിൽക്കും, ലോണ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിയാലും പിന്നെ സീറോ എന്നല്ലേ മൈനസ് എന്നൊരു കയറ്റം ഉണ്ടാവും. അപ്പം പറയും അന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് നന്നായി, കുറേ പെയിൻ എടുത്താലും എനിക്ക് ഇങ്ങനെ എത്താൻ പറ്റിയല്ലോ. പല ആളുകളും കോളേജും കാര്യം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കുറേ കാലം വെറുതെ ഇരുന്നിട്ട് വേറൊരു ഫീൽഡിൽ എത്തിയിട്ട് പറയും അന്ന് അത് എന്തായാലും അന്ന് എനിക്ക് കുറേ പെയിൻ ഉണ്ടായി, അന്ന് എനിക്ക് എന്താന്ന് മനസ്സിലായില്ല, പക്ഷെ അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ചില ഡിവോഴ്സ് കേസുകൾ പറയാറുണ്ട് അത് അന്ന് അങ്ങനെ ആയത് നന്നായി. അപ്പം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഈ പ്ലാനുകളെല്ലാം നല്ലതിനാണ്. പക്ഷെ നമ്മളും ചില റോളുകൾ എടുത്താൽ നമുക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ സെഷനിൽ പറയാൻ ഉള്ളത്. പിന്നെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചായിട്ട് ഗ്രൂപ്പായിട്ട് മൈൻഡ് റീപ്രോഗ്രാമിന്റെ വർക്ക്ഷോപ്പ് നടത്തുക ചെയ്യാറുള്ളത്. ഇപ്പം 11 days ഓൺലൈൻ സെഷനും അത് ഇങ്ങനെ മാത്രമല്ല സ്ലൈഡ് വെച്ചിട്ട് സയന്റിഫിക്കലി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മളൊരു സെഷൻ എടുക്കണ മോഡിൽ ഒരു പ്രൊഫഷണൽ സെഷൻ വേല് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ബാക്കി ടൂൾസും തന്നിട്ട് 3 മാസത്തോളം നിങ്ങളെ കൂടെ നിന്നിട്ട് എന്ത് ഇഷ്യൂ ആണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതിനെ നിങ്ങൾ നിന്നിട്ട് കൂടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് അതിനെ മാറ്റും. അതാണ് ഒരു വർക്ക്ഷോപ്പ് ഒരു ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജനുവരി മന്തത്തത് ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ അതിലുള്ള ഒരാൾ ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് പറയാൻ ഓരോരുത്തർ വിളിക്കും. അപ്പം യെസ് GC പറഞ്ഞാൽ GC കോച്ച് എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളെ രീതിയിൽ കണ്ടക്ട് ചെയ്യാം. അപ്പം എന്താണ് അതിലുള്ള ഒരാളെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പോസ്റ്റർ പോലും ചേഞ്ച് ആയി മാം എന്ന് പറഞ്ഞു. അപ്പം പോസ്റ്റർ ചേഞ്ച് ആയി പറഞ്ഞാൽ ബോഡി പെട്ടെന്ന് മാറിയതല്ല മൈൻഡ് റീപ്രോഗ്രാമിങ്. 16 ദിവസമായിട്ടുള്ളൂ ആള് ടാസ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 100 ഡേ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നത് ഒരു ദിവസം പോലും വിടാതെ. ഡെയിലി ചോദിച്ചിട്ട് അപ്ഡേറ്റ് എടുത്തിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പൊ അതെന്താ വെച്ചാൽ പണ്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ ഒന്നിനും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് ആളിങ്ങനെ നമ്മളൊന്നും അല്ലാതായി പോകാറില്ല. നമ്മൾ വളഞ്ഞിട്ട് നമ്മളെ പോസ്റ്റർ ഒന്നും അല്ലാതെ നമ്മളിങ്ങനെ ഒരു സ്ട്രെങ്ത് ഉള്ളിലില്ലെങ്കിൽ പുറത്തോട്ട് അത് റിഫ്ലക്ട് ചെയ്യും. ആ രീതിയിലായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് പോസ്റ്ററിൽ പോലും ചേഞ്ചസ് വരും, ഫേസിൽ ഒരുപാട് ചേഞ്ചസ് വരും മൈൻഡ് റീപ്രോഗ്രാമിങ് കഴിയുമ്പോൾ. കാരണം നമ്മളെ കണ്ണിൻ്റെ ഇടയിലുള്ള ഡാർക്ക്നെസ്, ഇപ്പം ചില ആളുകൾ ഏജ് ആവുന്നതിന്റെ മുന്നേ തന്നെ ഏജ് ആയ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് ചില പ്രശ്നങ്ങൾ, അതൊക്കെ എന്താ നമ്മൾ അത്ര സ്ട്രെസ് ഉള്ളിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യാണ്. അപ്പം ചില ആളുകളുണ്ടാവും അത്ര ഏജ് ആയിട്ടില്ലെങ്കിലും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. അതായത് അത്ര ഏജ് ഇപ്പൊ ഒരാള് നമ്മുടെ സന്തൂർ മമ്മി എന്നൊക്കെ പറയില്ലേ, അതെന്താ ഓല അകത്തെ ലോകത്ത് മൈൻഡിൽ അത്രയും പീസ്ഫുൾ ആയിട്ട് കാമായിട്ട കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഓല് പുറത്തേക്ക് അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരിയിലുള്ള ഈ ഒരു ബാച്ച് ഈ ഫെബ്രുവരി 21-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് 21-ാം തീയതി ഈവനിങ് ആകുമ്പോൾ എൻറോൾമെന്റ് ക്ലോസ് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും മൈൻഡ് റീപ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിട്ട് ചേഞ്ചസ് വരുത്തണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ നിങ്ങൾ എന്താണോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണത്. പിന്നെ അതല്ല 1-to-1 വേണം, എനിക്ക് ഗ്രൂപ്പ് ഓക്കെ അല്ല, പേഴ്സണൽ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനി ടൈം ഇതുപോലെ ഇതൊന്നുമില്ല ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയില്ല. എനി ടൈം നിങ്ങളുടെ ടൈമും എൻ്റെ ടൈമും കൂടെ മാച്ചായ സമയത്തായിരിക്കും പേഴ്സണലി ഉണ്ടാവും. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. അപ്പൊ പല ഇഷ്യൂസും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം മൈൻഡിലുണ്ട്. റൂട്ട് കോസ് കണ്ടെത്തി അതിനെ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ശരിക്കുള്ള നിങ്ങളെ തിരിച്ചു കിട്ടാനും യഥാർത്ഥ നിങ്ങളെ ശക്തി പുറത്തെടുക്കാനും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ വെബിനാറിൽ പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും പറയാം. ആൻഡ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളിപ്പോൾ ഫ്രീ സെഷൻ വെച്ചിട്ട് ഏകദേശം 1.5 മന്തായി. കുറേ തിരക്കുകൾ കാര്യങ്ങൾ പെട്ടിട്ടിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇത്ര നേരം കേട്ടിരുന്നതിനും ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരുപാട് താങ്ക്സ്. ആൻഡ് അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ പുതുതായിട്ട് ആരെയും കയറിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന് എൻ്റെ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരെ കണക്ട് ചെയ്താൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്ര നേരം കേട്ടിരുന്നതിനും നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റി വെച്ചതിനും. നമ്മൾ ലോകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തും, അതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സെൽഫിന് വേണ്ടി നടത്തുന്നതാണ്. ഒരുപാട് പൈസ പലതിനും വേണ്ടിയിട്ടൊക്കെ ചിലവാക്കും, പക്ഷെ നമുക്ക് ചേഞ്ചും ഉള്ളിൽ ഹാപ്പിനെസ്സും പീസും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അത് മണി ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ,
അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്കോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എനിവൺ ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ പറയാട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. മറ്റേ ഓണാക്കാൻ മൈക്ക് ഓണാക്കാൻ പറ്റണില്ലെങ്കിൽ ഓക്കെ. ഓക്കെ, ഹലോ, ഞാനൊരു സംഭവം അയച്ചിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ പറ്റി. ഓക്കെ, അസ്സലാമു അലൈക്കും. നല്ല സെക്ഷൻ ആയിരുന്നു. വലൈക്കും അസ്സലാം. പിന്നെ ഞാൻ വന്ന GC ഇപ്പോ ഓൺ ആണോ അതോ ഓഫ്ലൈൻ ആണോ? അല്ല, ഇത് ഓൺലൈനാ. നീ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ മൈൻഡ് പ്രോഗ്രാമിംഗിന്റെ വർക്ക്ഷോപ്പ്? ഇല്ല, GC ഒന്നും ചെയ്തില്ല. ഇൻഷാല്ലാ ഓക്കെ. മാർച്ചത്തെ ബാച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നെ പേഴ്സണലി കണക്ട് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓൺലൈൻ ആണ് കേട്ടോ, ഓഫ്ലൈൻ അല്ല. ഓഫ്ലൈൻ ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ട്. 2 ഡേ റെസിഡൻഷ്യൽ ആണ് അത്. ഈ ഫെബ്രുവരി 24, 25 വെച്ചിട്ട് ആനക്കാമ്പോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓഫ്ലൈൻ. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പങ്കെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഫെബ്രുവരി 21 ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇത് നിങ്ങൾക്കുള്ളൊരു അവസരമാണ് കേട്ടോ. ഫിയർ ഒക്കെ ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ, പേടിയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യൂല. നിങ്ങൾക്ക് എന്തും സംസാരിക്കാൻ പറ്റിയൊരു വേദിയാണ്. ഹലോ ഫൈമ. കേൾക്കണ്ടോ? ഹലോ, കേൾക്കണ്ട്, പറയ്. കേൾക്കാനുണ്ടോ? ആ, ഓഡിബിൾ ആണോ? യെസ് ഓഡിബിൾ ആണ്. വോയിസ് ബ്രേക്ക് ആണോന്നില്ലല്ലോ? ഇല്ല, പറഞ്ഞോളി, കേൾക്കുന്നുണ്ട്. ആ, കുറെ കാലങ്ങൾക്ക് ശേഷം, കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ശരിക്കാരുടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. കുറെ നല്ല ഇൻഫർമേഷൻസ് കിട്ടി. കേൾക്കാനുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ട്, പറയ്. ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. കേൾക്കാനുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ടല്ലോ. പോലെ തോന്നുന്നുണ്ട്. ഇല്ല, നിങ്ങൾ പറഞ്ഞോളി, കേൾക്കുന്നുണ്ട്. അപ്പോ ശൈല പറഞ്ഞ പോലെ തന്നെ ഈ പ്രോഗ്രാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ ഹലോ, അതിന്റെ ഇപ്പൊ കേൾക്കാനുണ്ടോ? കേൾക്കുന്നുണ്ട്, ഇടക്ക് കേൾക്കുന്നുണ്ട്, ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമാണോ അറിയില്ല, ആരെങ്കിലും ഒന്ന് ജസ്റ്റ് പറയോ? സെലീന മാം, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, സൗണ്ട് കുറവാണേ ഉള്ളൂ. ഓക്കെ, എന്നാ പറഞ്ഞോളി. ചിലപ്പോ എന്റെ ഇവിടുത്തെ ഇഷ്യൂ ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. വേറെ ആരെങ്കിലും ഓക്കെ, എന്നാ നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ. ശരി. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഞാൻ പറയാം. ഓക്കെ പറഞ്ഞോളി. കേൾക്കണില്ല?
യെസ് കേൾക്കുന്നുണ്ട്. ആ ഞാൻ പറയാം. ക്ലാസ് അടിപൊളിയായിരുന്നു എന്ന് ആ ക്ലാസ് അടിപൊളിയായിരുന്നു എന്ന് മാത്രല്ല എത്ര കേട്ടാലും ഇതന്നെ. പിന്നെ ഞാൻ ഇതില് ഈ ഹലോ സ്റ്റോപ്പായി പോയോ? ഹലോ സ്റ്റോപ്പായോ? ബ്രേക്ക് ചെയ്തു. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ ആ പിന്നെ ഞാന് ശാലാമാമിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ടൂൾസ് എല്ലാം ചെയ്യാൻ തുടങ്ങിയതോട് കൂടി ഇതിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഭാരങ്ങള് അത്ര ഭാരങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അതെല്ലാം ഇറക്കി വെക്കാൻ തുടങ്ങി, മനസ്സ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഫുള്ള് റീസെറ്റ് ആയില്ലെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ചെയ്തതിന് മാത്രമുള്ള അൽഹംദുലില്ലാ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഹലോ ഹലോ കേൾക്കണില്ലാലോ? പിന്നെ കോൺഫിഡൻസ് ലെവൽ കൂടി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ അൽഹംദുലില്ലാ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും ഈ എല്ലാ ടൂൾസും എഴുതിയതുകൊണ്ടും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് സെലീന മാം. അപ്പം ഇൻഷാല്ല ഇനി ബാക്കി ടൂൾസും കൂടെ കറക്റ്റിന് യൂസ് ചെയ്യുക. ബാക്കിയുള്ള ഡേയ്സും ഒരുപാട് ചേഞ്ചസ് അല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ ഇൻഷാല്ല. ഓക്കെ, അതാണ് ഇനിയും കുറെ അനുഗ്രഹങ്ങളും കിട്ടിയതുമാണ് ഇത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇത് പറയാം. ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. നമ്മുടെ ടൈമും ഒരുപാട് ആയിട്ടുണ്ട്. ഓക്കെ, ആരിഫ മാം പറഞ്ഞോളൂ. മൈക്ക് ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി തമിഴ്നാടാണ്. ഹലോ ഹലോ ഐ എം ഫ്രം തമിഴ്നാടു. യെസ് കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. ഇത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ക്ലാസ് ഞാൻ കേൾക്കുന്നത്. മാഷാ അല്ലാഹ് നല്ല ഉണ്ട്. ഇത് ഇനി ഞാൻ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ? ഇതിൽ എന്തെങ്കിലും കോഴ്സ് ഡീറ്റെയിൽസ് വേണം? നിങ്ങൾക്ക് ഫീസ് എങ്ങനെയാണ്? എങ്ങനെയാണ് ലിങ്ക് കിട്ടിയിട്ടുള്ളത്? ഇത് വന്നിട്ട് എന്റെ സിസ്റ്റർ ഇൻ ലോ തന്നതാണ്, ആമിന. ഓക്കെ, പാലക്കാടുള്ള ആമിന മാം ആണോ? പാലക്കാട്. യെസ്, Okay. അവർ തന്നെ. ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറയാട്ടോ. ശരി, ഓക്കെ. ജസാക്കല്ലാഹ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് സെഷനിൽ കയറി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണോ, അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫീഡ്ബാക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കുറച്ചും കൂടെ മാറ്റം വരുത്തണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പം ആരും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഫ്രീ വെബിനാർ ഉണ്ടാവും. ഇപ്പം ഇത് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഒരു കടല് പോലത്തെ സംഭവം. ഒരുപാട് ലൈഫിൽ നമ്മൾ ഫഹിമ മാം ഇതിലുണ്ടോ? ഉണ്ടല്ലോ. ഫഹിമ മാം ഇതിലുണ്ടോ? ഫഹിമ മാമിനോട് കുറെ കാലമായി കണ്ടിട്ട്. ഇതില് കണ്ടതിൽ വളരെ സന്തോഷം. ഒരു സലാം പറയണേ. അന്ന് കണ്ടതല്ലേ? വലൈക്കും അസ്സലാം. താങ്ക് യു. ലവ് യു. ഐ ലവ് യു ടു. ഇപ്പൊ കുറെ വ്യത്യാസം വന്നിട്ടോ. ചിന്തയിലും ജീവിതത്തിലൊക്കെ ഒരുപാട് മാഷാ അല്ലാ ഒരുപാട് വ്യത്യാസം വന്നു. ഷാലാമാമിനോട് ചോദിച്ചറിയാം കാര്യങ്ങളൊക്കെ. അതെ ഇനിയും ചേഞ്ച് വരും. മുറുകെ പിടിച്ചോളൂ ഷഹലാന, മുറുകെ പിടിച്ചോളൂ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, അടിപൊളി. അപ്പം സെലീന മാം എപ്പോഴും ഫൈമ മാമിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറയും, എന്നെ ഇവിടേക്ക് എത്തിച്ച ആളാണ്, എന്നെ ഇത് പരിചയപ്പെടുത്തി തന്ന ആളാണ്. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് എന്നോട് അങ്ങനെ പറയും. അപ്പൊ ഞാൻ അതും കൂടെ അറിയിക്കാണ് ഫൈമ മാമിന്. അപ്പോൾ നമുക്ക് അടുത്ത വീക്ക് ഫ്രീ വെബിനാർ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് കടല് പോലത്തുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് ഞാൻ അതിലൊരു ജസ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്കിത് പറഞ്ഞാൽ തീരൂല. മൈൻഡ് പവറും ലൈഫും ഒക്കെ അങ്ങനെയാണുള്ളത്. അപ്പം അടുത്ത വീക്ക്, അടുത്ത വെള്ളി നോക്കാം. ഇൻഷാല്ലാ അടുത്ത വെള്ളി ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ പറയാം. ഫ്രീ വെബിനാർ ഉണ്ടാവും. ഞാൻ നിക് വ്യൂജസിന്റെ ഒരു സംഭവം പറഞ്ഞല്ലോ, അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവം, നമ്മൾ ലൈഫിൽ അറിയേണ്ട ഒരു കാര്യം. അതെ, എല്ലാ വീക്കും ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ല ലിങ്കും കാര്യങ്ങളും ഉണ്ടാവും. ഇനി നിങ്ങൾ ആദ്യമായിട്ട് കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരെ കണക്ട് ചെയ്താൽ അവരോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് വെറും മാറ്റമല്ല, ട്രാൻസ്ഫോർമേഷനും എല്ലാ ആഗ്രഹിച്ച രീതിയിലോട്ട് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Thank you so much.